Hi and welcome to the second video on circuits and networks. ഇപ്പോൾ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. സർക്യൂട്ട് എലമെൻറ്റ്സ് എന്തൊക്കെയാണ്, അതിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഇക്വേഷൻസ് എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻ എന്തായിരുന്നു, അങ്ങനത്തെ വളരെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടാകുന്നത്. അപ്പോൾ അതിൽ അതിൻ്റെ സെക്കൻഡ് ലെവലിലേക്ക് അടുത്ത ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ബേസിക് ഇലക്ട്രിക്കലിൽ നമ്മൾ ഓൾറെഡി അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് വീണ്ടും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ടേംസ് ആദ്യം പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് വരാം. പിന്നെ ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് ഡിവിഷൻ റൂളും കറണ്ട് ഡിവിഷൻ റൂളും പിന്നെ നമ്മുടെ കിർച്ചോഫ് കറണ്ട് ലോയും വോൾട്ടേജ് ലോ ആണ്. ഇതൊക്കെ ഓൾറെഡി അറിയുന്നതായിരിക്കും, എന്നാലും ഒന്ന് റിഫ്രഷ് ചെയ്ത് പോകുന്നു എന്ന് മാത്രം. ഓക്കെ, സോ അതിൽ മുന്നേ ബേസിക് ടേംസ് എന്താണെന്ന് പറഞ്ഞിട്ട് പോവാം. നെറ്റ്വർക്ക് ആൻഡ് സർക്യൂട്ട്. നെറ്റ്വർക്ക് ആൻഡ് സർക്യൂട്ട് നമ്മൾ കോമൺ ആയിട്ട് എപ്പോഴും ഉപയോഗിക്കുന്ന രണ്ട് ടേമുകളാണ്. അപ്പോൾ അതെന്താണ് എന്നൊന്ന് ഉറപ്പാക്കിയിട്ട് അതിന് ശേഷം അത് ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ network, the interconnection of two or more circuit elements is called an electric network. Okay, so ഒരു സി മിസ്സിംഗ് ആണ്, ഇലക്ട്രിക് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇന്റർകണക്ഷൻ ഓഫ് സർക്യൂട്ട് എലമെന്റ്സ്, രണ്ടോ അതിൽ കൂടുതലോ സർക്യൂട്ട് എലമെന്റ്സിനെ ഇന്റർ കണക്ട് ചെയ്ത പരസ്പരം ജസ്റ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? നെറ്റ്വർക്ക് എന്ന് വിളിക്കാം. അപ്പോൾ ജസ്റ്റ് ഇന്റർ കണക്ട് ചെയ്താൽ മതി. ഇനി if the network contains at least one closed path, it is called an electric circuit. So circuit എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർകണക്ഷൻ ഓഫ് എലമെന്റ്സ് തന്നെയാണ്, പക്ഷേ അവിടെ ഒരു മിനിമം ഒരു ക്ലോസ്ഡ് പാത്ത് എങ്കിലും ഉണ്ടായിരിക്കണം. അപ്പോൾ അതാണ് നെറ്റ്വർക്കും സർക്യൂട്ടും തമ്മിൽ വ്യത്യാസം. രണ്ടും ഇന്റർകണക്ഷൻ ഓഫ് സർക്യൂട്ട് എലമെന്റ്സ് ആണ്, ബട്ട് നെറ്റ്വർക്ക് ക്യാൻ ബി ആൻ ഓപ്പൺ വൺ. ബട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഷുഡ് ബി അറ്റ്ലീസ്റ്റ് വൺ ക്ലോസ് പാത്ത്. അതാണ് അതിൻ്റെ വ്യത്യാസം. ഈ കാണുന്നത് ആദ്യത്തെ കാണുന്ന RLC എലമെന്റ്സ്, ഇവിടെ ഒരു ഭാഗം ഓപ്പൺ ആയിട്ട് ഇട്ടേക്കാണ്. ഇപ്പം ഇതൊക്കെ ഇന്റർ കണക്ഷൻ ആണ്, മൂന്ന് എലമെന്റ്സ് ഇന്റർ കണക്ട് ചെയ്ത് വെച്ചിരിക്കുക. അപ്പം ഇതിനെ എനിക്ക് എന്ന് വിളിക്കാം? നെറ്റ്വർക്ക് എന്ന് വിളിക്കാം. ബട്ട് ഐ കനോട്ട് കോൾ ദിസ് ആസ് എ സർക്യൂട്ട്. എന്തുകൊണ്ടാണ്? ഇതിലൊരു ക്ലോസ്ഡ് പാത്തും ഇല്ല. സോ ഇത് എന്തല്ല? സർക്യൂട്ട് അല്ല. ഇതിനെ എനിക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റുള്ളൂ? നെറ്റ്വർക്ക് എന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ സർക്യൂട്ട് അല്ല. അപ്പം ഇതെന്താണ്? This is simply a network. Example for a network. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് വന്ന് വിചാരിക്കുക, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതെന്താണ്? ഇന്റർ കണക്ഷൻ ഓഫ് എലമെന്റ്സ് ആണ്. ഇന്റർ കണക്ഷൻ ഓഫ് എലമെന്റ്സ് പറഞ്ഞാൽ എന്തായാലും നമുക്ക് അതിനെ എന്തെന്ന് വിളിക്കാൻ പറ്റും? നെറ്റ്വർക്ക് എന്ന് വിളിക്കാൻ പറ്റും. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ അഡീഷണൽ ഒരു വോൾട്ടേജ് സോഴ്സും കൂടി വന്നിട്ടുണ്ട്. അത് ക്ലോസ്ഡുമാണ്. ആ സർക്യൂട്ട് ആയപ്പോൾ അവിടെ പാത്ത് ക്ലോസ്ഡ് ആയി. അപ്പോൾ അതിനെ എനിക്ക് വേണമെങ്കിൽ എന്തെന്നും വിളിക്കാം? സർക്യൂട്ട് എന്നും വിളിക്കാം. സോ എല്ലാ സർക്യൂട്ടും എന്തായാലും എന്തായിരിക്കും? ഒരു നെറ്റ്വർക്ക് ആയിരിക്കും. പക്ഷെ എല്ലാ നെറ്റ്വർക്കും എന്താവണമെന്നില്ല? സർക്യൂട്ട് ആവണമെന്നില്ല. ക്ലോസ്ഡ് പാത്ത് ഒരെണ്ണമെങ്കിലും വന്നാൽ മാത്രമേ എന്താവുന്നുള്ളൂ? ഇന്റർ കണക്ഷൻ ഒരു സർക്യൂട്ട് ആവുന്നുള്ളൂ. അല്ലെങ്കിൽ ബേസിക്കലി നമുക്ക് ഇന്റർ കണക്ഷനെ നെറ്റ്വർക്ക് എന്ന് പറയാം. നെറ്റ്വർക്ക് എന്നേ പറയാൻ പാടുള്ളൂ. അപ്പോൾ അതാണ് അതിൽ ബേസിക് ആയിട്ടുള്ള കാര്യം. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇന്റർ കണക്ഷൻ നമ്മൾ എന്തെന്നാണ് വിളിക്കേണ്ടത്? നെറ്റ്വർക്ക് എന്നാണ് വിളിക്കേണ്ടത്. മിനിമം വൺ ക്ലോസ്ഡ് പാത്തെങ്കിലും ഉണ്ടാവുമ്പോഴാണ് അതിനെ എന്തെന്ന് ആയിട്ട് വിളിക്കാൻ പറ്റുന്നത്? ഒരു സർക്യൂട്ട് എന്ന് വിളിക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കേണ്ട കാര്യമാണ്. പിന്നെ അടുത്ത് വരുന്നതാണ് നമ്മുടെ ലീനിയർ ആൻഡ് നോൺ ലീനിയർ എലമെന്റ്സ്. ലീനിയർ എലമെന്റ്സ് ഉണ്ടാവും സർക്യൂട്ടിൽ, നോൺ ലീനിയർ എലമെന്റ്സ് ഉണ്ടായിരിക്കും. എന്താണ് ഈ ലീനിയർ എലമെന്റ്, എന്താണ് നോൺ ലീനിയർ എലമെന്റ്? ഓൾറെഡി പഠിച്ചിട്ടുള്ളതായിരിക്കും. ലീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് റിലേഷൻ, ലീനിയാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതും വോൾട്ടേജും കറണ്ടും തമ്മിൽ ഡയറക്റ്റ് റിലേഷൻ കാണിക്കുന്നതിനെയാണ് ലീനിയർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ വരച്ചിട്ടുള്ളത് ഇപ്പോൾ രണ്ട് എലമെന്റ്സിന്റെ പ്രോപ്പർട്ടി വിയും ഐയും തമ്മിൽ ഗ്രാഫ് വരച്ചിട്ടുള്ളതാണെങ്കിൽ ഈ കാണുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പോൾ ഇതാണ് ശരിക്കും എന്ത് വരുന്നത്? നമ്മുടെ ലീനിയർ എലമെന്റ് എന്നുള്ള രീതിയിൽ പറയാം. ഇപ്പം ഇതെന്താണ്? ഒരു നോൺ ലീനിയർ ആണ്, അതായത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഇഫ് ദ റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ് ഓർ കപ്പാസിറ്റൻസ് offered by an element does not change linearly with the change in applied voltage or the circuit, the element is termed as എന്താ? നോൺ ലീനിയർ എലമെന്റ്. അപ്പോൾ അത് ലീനിയർ ആയിട്ടല്ല വേരിയേഷൻ എങ്കിൽ നോൺ ലീനിയർ എന്ന് പറയേണ്ടി വരും. ലീനിയർ ആയിട്ടാണ് വേരിയേഷൻ എങ്കിൽ നമുക്ക് ലീനിയർ എന്ന് പറയാം. അത്ര തന്നെയാണ് അതിൽ മെയിനായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ നോൺ ലീനിയർ എലമെന്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ VDR, വോൾട്ടേജ് ഡിപ്പെൻഡൻറ്റ് കപ്പാസിറ്റർ, ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ, ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ, അതൊക്കെ എന്താണ്? നോൺ ലീനിയർ ആണ്. ഇപ്പോൾ ലീനിയർ എലമെന്റ്സ് എന്ന് പറയുന്നത്, അപ്പോൾ ബേസിക്കലി നമുക്ക് എന്ത് പറയാം? ഈ ലീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V/I കോൺസ്റ്റന്റ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈ ലീനിയർ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്ത് ഒബേ ചെയ്യുന്നവരാണ്? ഓംസ് ലോ ഒബേ ചെയ്യുന്നവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലീനിയർ എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അല്ലാത്തവരെ നോൺ ലീനിയർ എലമെന്റ് വിളിക്കും. അപ്പോൾ ഇവിടെ എന്താ? ലൈൻ അല്ല, സ്ട്രെയിറ്റ് ലൈൻ അല്ല എന്ത് വരുന്നത്?
ഗ്രാഫ് വരുന്നത്. അപ്പോൾ അത്രയാണ് അതിൽ നിന്നുള്ളൂ ബേസിക് ആയിട്ടുള്ള കാര്യം. നെക്സ്റ്റ് വരുന്നത് ആക്റ്റീവ് ആൻഡ് പാസീവ് എലമെന്റ്സ് ആണ്. ആക്റ്റീവ് ആൻഡ് പാസീവ് എലമെന്റ്സ്, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ആൻ ആക്റ്റീവ് എലമെന്റ് which is source of electrical signal or which is capable of increasing the level of signal energy is termed as active element. So an element which is a source of electrical signal, ഇലക്ട്രിക്കൽ സിഗ്നലിൻ്റെ ഒരു സോഴ്സ് അല്ലെങ്കിൽ എന്താ വിച്ച് ഈസ് ക്യാപ്പബിൾ ഓഫ് ഇൻക്രീസിങ് ദ ലെവൽ ഓഫ് സിഗ്നൽ എനർജി. സിഗ്നൽ എനർജീനെ പ്രോസസ്സ് ചെയ്യാൻ, അതിനെ ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു സോഴ്സ് ആയിട്ടുള്ള ഒരു എലമെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആക്റ്റീവ് എലമെന്റ്. അത് അതിനെന്തോ അവിടെ ചെയ്യാൻ പറ്റും, ആക്റ്റീവ് ആണ്, അതാണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്. വിച്ച് ഈസ് എ സോഴ്സ് ഓഫ് ഇലക്ട്രിക്കൽ സിഗ്നൽ ഓർ വിച്ച് ക്യാൻ ഇൻക്രീസ് ദ എനർജി ലെവൽ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ബാറ്ററീസ്, BJTs, FETs, OP-amps. ഇതൊക്കെ പാസീവ് എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ്. റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ, LDR, തെർമിസ്റ്റർ, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, പാസീവ് എലമെന്റ്സിന് എക്സാമ്പിൾ ആണ്. പിന്നെ വരുന്നതാണ് യൂണിലാറ്ററൽ ആൻഡ് ബൈലാറ്ററൽ എലമെന്റ്സ്. So if the magnitude of current flowing through a circuit element is affected when the polarity of the applied voltage is changed, then the element is termed unilateral element. ഇത്രയേ ഉള്ളൂ. നമുക്കിപ്പോൾ ഒരു എലമെന്റ് ഒരു സർക്യൂട്ടിൽ രണ്ട് തരത്തിൽ കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, സേ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഒരു സിമ്പിൾ റെസിസ്റ്റർ വരയ്ക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ റെസിസ്റ്ററിന് അക്രോസ് എനിക്ക് വോൾട്ടേജ് സോഴ്സ് കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ പ്ലസ് ഇവിടെ മൈനസ് വരുന്ന രീതിയിൽ കണക്ട് ചെയ്യാം. ഇനി വേണമെങ്കിൽ നേരെ തിരിച്ച് മൈനസ് പ്ലസ് വരുന്ന രീതിയിൽ കണക്ട് ചെയ്യാം. അപ്പം ഇങ്ങനെ എങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും അതിൽ കൂടെ പോകുന്ന കറണ്ട് എഫക്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ, ഇത് കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന് പ്രത്യേകിച്ച് മാറ്റം, മാഗ്നിറ്റ്യൂഡാണ് ഉദ്ദേശിക്കുന്നത്, മാറ്റം ഇല്ലെങ്കിൽ ആ ഒരു ഇതിൽ പ്രത്യേകിച്ച് എന്താ നമ്മൾ ഈ ഡയറക്ഷൻ മാറ്റുകൊണ്ട് മാറ്റം വന്നില്ല എന്നാണ്. മാറ്റി കണക്ട് ചെയ്ത് കഴിഞ്ഞാലും സെയിം കറണ്ട് തന്നെ വരികയാണെങ്കിൽ അതിനെ പറയുന്നതാണ് ബൈലാറ്ററൽ. ഇപ്പോൾ രണ്ട് ഡയറക്ഷനിലും സെയിം പ്രോപ്പർട്ടി കാണിക്കുകയാണെങ്കിൽ അതാണ് ഉദ്ദേശിക്കുന്നത്. നേരെ തിരിച്ച് ഇപ്പോൾ നമുക്കറിയാം ഒരു എന്താ പറയുക, ഡയോഡൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ എന്ത് മാറും, നോർമലി ഇപ്പോൾ ഇവിടെ പ്ലസും ഇവിടെ മൈനസും കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഫോർവേഡ് ബയസ്ഡ് ആവും. നേരെ തിരിച്ച് നമ്മൾ ഇവിടെ മൈനസും ഇവിടെ പ്ലസും ആണ് വരുന്നതെങ്കിൽ എന്താവും, റിവേഴ്സ് ബയസ്ഡ് ആവും. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ പ്രോപ്പർട്ടി മാറും. ഇത് കണ്ടക്റ്റിംഗ് ആയിരുന്നു, ഈ ഡയറക്ഷനിൽ ഇത് കണ്ടക്റ്റിംഗ് ആയിരുന്നെങ്കിൽ ഈ ഡയറക്ഷനിൽ അത് എന്തല്ല, കണ്ടക്റ്റിംഗ് അല്ല. അതായത് ഇത് ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷൻ ആണെങ്കിൽ ഇവിടെ റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷൻ ആണ്, അതിന്റെ പ്രോപ്പർട്ടി മാറേണ്ടി ചെയ്തു. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു യൂണിലാറ്ററൽ എലമെന്റ്, ഒറ്റ ഡയറക്ഷനിലാണ് കറണ്ടിനെ തന്നെ കണ്ടക്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്, അത്രയേ ഉള്ളൂ. സോ if the magnitude of current flowing through a circuit element is affected when the polarity of the applied voltage is changed, the element is termed യൂണിലാറ്ററൽ എലമെന്റ്. അപ്പോൾ ഒറ്റ ഡയറക്ഷനിൽ സെയിം കറണ്ട് വരുന്നുള്ളൂ, ഡയറക്ഷൻ മാറ്റി കഴിഞ്ഞാൽ റിവേഴ്സ് ആവും, അപ്പോൾ മാറും. അതിനാണ് എക്സാമ്പിൾ ഡയോഡ്. Now, if the magnitude of current flowing through a circuit element is unaffected when the polarity of the applied voltage is changed, then the element is termed unilateral element. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കണക്ട് ചെയ്യുന്നതിലും കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം തന്നെയാണെങ്കിൽ ബൈലാറ്ററൽ എന്ന് വിളിക്കുക. അപ്പോൾ സിമ്പിൾ എക്സാമ്പിൾ റെസിസ്റ്റർ തന്നെയാണ്. പിന്നെ നമ്മൾ ആക്റ്റീവ് ആൻഡ് പാസീവ് എലമെന്റ്സ് പറഞ്ഞ പോലെ ആക്റ്റീവ് ആൻഡ് പാസീവ് നെറ്റ്വർക്ക്സ് പറയാറുണ്ട്. അപ്പോൾ നെറ്റ്വർക്ക് വിച്ച് കണ്ടെയ്ൻസ് അറ്റ്ലീസ്റ്റ് വൺ ആക്റ്റീവ് എലമെന്റ് സച്ച് ആസ് ആൻ ഇൻഡിപെൻഡന്റ് വോൾട്ടേജ് ഓർ കറന്റ് സോഴ്സ് ഈസ് കോൾഡ് ആൻ ആക്റ്റീവ് നെറ്റ്വർക്ക്. അപ്പോൾ അറ്റ്ലീസ്റ്റ് വൺ ആക്റ്റീവ് എലമെന്റ് ഉള്ള ഒരു നെറ്റ്വർക്കിനെ നമ്മൾ ആക്റ്റീവ് നെറ്റ്വർക്ക് എന്ന് പറയും. ആൻഡ് നെറ്റ്വർക്ക് വിച്ച് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി ആക്റ്റീവ് എലമെന്റ് ഈസ് എ പാസീവ് നെറ്റ്വർക്ക്. അത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയാം. പാസീവ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് എലമെന്റ്സ് ഒന്നും ഇല്ലാത്തത്. പിന്നെ വേറെ വരുന്ന കുറച്ച് സിമ്പിൾ ഡെഫിനിഷൻസ് ആണ്. എന്താ, നോഡ്, ബ്രാഞ്ച്, ലൂപ്പ്, മെഷ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത് പറയുന്നതിന് മുന്നേ ഞാനൊരു സിമ്പിൾ സർക്യൂട്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടെ വരച്ചിട്ട് അതിൻ്റെ ബേസിൽ ഇത് പറയാം. ഒരു സിമ്പിളായിട്ടൊരു സർക്യൂട്ട് നമുക്ക് വരയ്ക്കാം. അപ്പോൾ നെറ്റ്വർക്ക് എന്താ, സർക്യൂട്ട് എന്താ, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇത് നമുക്കറിയാം എന്താണ്, ഇതിപ്പോൾ ഒരു നെറ്റ്വർക്കാണ്. ഇപ്പോൾ ഇവിടെ ഞാനൊരു സോഴ്സ് വെച്ച് കഴിഞ്ഞാൽ അതെന്തായി മാറും, ഇവിടെ ഇങ്ങനെ ഒരു വോൾട്ടേജ് സോഴ്സും കൂടിയും കൊടുന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്തായി മാറി, ഒരു സർക്യൂട്ടായി മാറി. ഓക്കെ, ഇതിൽ വേണമെങ്കിൽ വേറെ ഇതിൻ്റെ ഇടയിലൊക്കെ ഇന്റർ കണക്ഷൻ ആയിട്ടൊക്കെ എന്തുണ്ടാവാം, എലമെന്റ്സ് ഉണ്ടായിരിക്കാം. ഇവിടെ ഇങ്ങനെ ഒരു എലമെന്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതിന്റെ ബേസിലാണ് ഞാൻ എല്ലാം പറയാൻ പോകുന്നത് തൽക്കാലം. അപ്പോൾ ആദ്യത്തെ കാര്യം, നോഡ് ഈസ് എ ജംഗ്ഷൻ വേർ 2 or more നെറ്റ്വർക്ക് എലമെന്റ്സ് ആർ കണക്റ്റഡ് ടുഗദർ. നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്യൂട്ടിലത്തെ അല്ലെങ്കിൽ ഇതിലത്തെ ഒരു ജംഗ്ഷൻ ആണ്.
ജംഗ്ഷൻ വേർ 2 or more elements are connected together. അപ്പോൾ നമുക്കിതിൽ ജംഗ്ഷൻ എവിടെയാണ് എന്ന് കണ്ടുപിടിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ രണ്ടോ അതിൽ കൂടുതലോ എലമെന്റ്സ് കണക്ട് ചെയ്തിട്ടുള്ള പോയിന്റ്. ഇപ്പോൾ ഇതൊരു പോയിന്റ് അല്ല, ഇവിടെ നമുക്ക് എന്ത് കണക്ട് ചെയ്തിട്ടുണ്ട്, ഈ വോൾട്ടേജ് സോഴ്സ്. ഇപ്പോൾ ഇതിന് വേണമെങ്കിൽ നമുക്ക് ഓരോന്നിനും ഓരോ പേരിടാം. സേ ദിസ് ഈസ് വി R1 R2 L and C. ഓക്കെ, ഈ ഒരു പോയിന്റിൽ ഇപ്പോൾ ഇതിന് ഞാൻ നോഡ് എ എന്ന് പേരിടുന്നു. ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു നോഡാണ്, കാരണം അവിടെ രണ്ട് എലമെന്റ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്, വിയും R1ഉം കണക്ട് ചെയ്ത് നിൽക്കുന്നതാണ്. അതേപോലെ തന്നെ എനിക്ക് വേണമെങ്കിൽ ഇതിനൊരു ഇതെടുക്കാം, ഈ ഒരു പോയിന്റ് എടുക്കുകയാണ്. ഇപ്പോൾ ഇത് ഞാൻ ബി എന്ന് വിളിക്കുകയാണ്. ബി എന്ന് പറയുന്നത് എന്താണ്, ഒരു നോഡാണ്. അവിടെ R1 R2 L മൂന്നെണ്ണം കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു പോയിന്റ് എടുത്തൂടെ, സി. സി എന്നോട് ഒരു പേര് ഓൾറെഡി പേര് നമ്മൾ കപ്പാസിറ്റൻസിന് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ഇതിനെ ഡി എന്ന് വിളിക്കുന്നു. ഓക്കെ, ഡി എന്ന് പറയുന്നതും എന്താണ്, ഒരു നോഡാണ് അല്ലേ. അവിടെ എല്ലും സിയും കണക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വേറെ നോക്കുമ്പോൾ താഴത്തോട്ട് വരുമ്പോൾ എന്ത് തോന്നാം, ഇതൊരു നോഡായിട്ട് എടുക്കാൻ പറ്റുമോ ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇവിടേക്ക് കപ്പാസിറ്റൻസും പിന്നെ വയറുമാണ് വരുന്നത്. അതേപോലെ ഈ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അങ്ങനെ തന്നെ സംഭവിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിനെ എടുക്കുന്നതിന് പകരം ഈ മൂന്ന് പോയിന്റും ജസ്റ്റ് വയർ കണക്ഷൻ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് ഇവിടെ കണക്ട് ചെയ്ത് നിൽക്കുക എന്നാണ് വരുന്നത്. ഇവിടെ തൊട്ട് ഈ R2 C V കണക്ട് ചെയ്ത പോലെയാണ്. അപ്പൊ ഇത് വേറെ ഒരു നോഡായിട്ട് നമുക്ക് എടുക്കാം. അപ്പൊ ഇങ്ങനെ മൊത്തം അതിൽ ഒരു 4 നോഡുകൾ ABDE. അപ്പോൾ ജംഗ്ഷൻ വേർ 2 or more നെറ്റ്വർക്ക് എലമെന്റ്സ് ആർ കണക്റ്റഡ് ടുഗദർ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിംപ്ലി നോഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് ബ്രാഞ്ച് ആണ്. An element or a number of elements connected between two nodes constitute a branch. രണ്ട് നോഡുകൾക്ക് ഇടയിലുള്ള എന്താ പറയുക, എലമെന്റോ അല്ലെങ്കിൽ എലമെന്റ്സിന്റെ ഒരു കളക്ഷനെയോ ആണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഒരു ബ്രാഞ്ച് ആണ്, എക്കും ബിക്കും ഇടയിലുള്ള ബ്രാഞ്ച് ആണ് ഈ R1. ബിക്കും ഡിക്കും ഇടയിലുള്ള ബ്രാഞ്ച് ആണ് ഇത്. അതുപോലെ ബിക്കും ഇക്കും ഇടയിൽ ഒരു ബ്രാഞ്ച് ഉണ്ട്, ഡിക്കും ഇക്കും ഇടയിൽ ഒരു ബ്രാഞ്ച് ഉണ്ട്, എക്കും ഇക്കും ഇടയിൽ ഒരു ബ്രാഞ്ച് ഉണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ആവണമെന്നില്ല എന്നാണ് ഉദ്ദേശിച്ചത്. അതായത് ഇവിടെ സീരീസിലോ റെസിസ്റ്റൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇതിന് പാരലൽ ഇതിന് അക്രോസ് വേറെ എന്തെങ്കിലും വരാം. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, ആൻ എലമെന്റ് ഓർ എ നമ്പർ ഓഫ് എലമെന്റ്സ് കണക്റ്റഡ് ബിറ്റ്വീൻ ടു നോഡ്സ്. ഇപ്പോൾ രണ്ട് നോഡുകൾക്ക് ഇടയിലുള്ള ഒരു സംഭവത്തിനാണെന്ന് പറയുന്നത് ബ്രാഞ്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലൂപ്പാണ്. ലൂപ്പ് ഈസ് എനി ക്ലോസ് പാർട്ട് ഓഫ് എൻ സർക്യൂട്ട്. ഒരു സർക്യൂട്ടിലെ ഏതെങ്കിലും ഒരു ക്ലോസ്ഡ് പാർട്ടിനെ പറയുന്നതാണ് നമ്മൾ ലൂപ്പ്. ഈ ഒരു ഇതെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ലൂപ്പുകൾ വരാം. ഇതൊരു ലൂപ്പാണ് അല്ലേ, ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഈ കാണുന്ന പോർഷൻ നമുക്ക് എന്തെന്ന് പറയാം, ഒരു ലൂപ്പായിട്ട് വിളിക്കാം. അതേപോലെ ഈ കാണുന്ന പോർഷനും എന്ത് തന്നെയാണ്, ഒരു ലൂപ്പ് തന്നെയാണ്. അതേപോലെ വേണമെങ്കിൽ നമുക്കിത് മൊത്തത്തിൽ എടുക്കാമല്ലോ. മൊത്തത്തിൽ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും ഇതും എന്ത് തന്നെയാണ്, ഒരു ലൂപ്പാണ്. അപ്പോൾ ഇതിൽ മൊത്തം എത്ര ലൂപ്പുകളുണ്ട്, 3 ലൂപ്പുകളാണ്. ക്ലോസ്ഡ് പാത്താണ്, ഏതെങ്കിലും എനി ക്ലോസ് പാർട്ട് ഓഫ് എ സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു ക്ലോസ്ഡ് പാർട്ടാണ്, ഇത് വേറെ ക്ലോസ്ഡ് പാർട്ടാണ്. അടുത്തതും മൊത്തത്തിൽ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാലും ക്ലോസ്ഡ് പാർട്ടാണ്. ഇത് ക്ലോസ്ഡ് മൊത്തത്തിൽ എടുത്താണ്. ഇനി അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ഡെഫിനിഷനാണ് മെഷ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. മെഷ് ഈസ് ദ മോസ്റ്റ് എലമെന്ററി ഫോം ഓഫ് എ ലൂപ്പ് ആൻഡ് കനോട്ട് ബി ഫർദർ ഡിവൈഡഡ് ഇൻ ടു അതർ ലൂപ്സ്. മെഷ് എന്ന് പറഞ്ഞാൽ ഏറ്റവും എലമെന്ററി ആയിട്ടുള്ള ലൂപ്പാണ്, പക്ഷേ ഏറ്റവും എലമെന്ററി ആണ്. കാരണം അത് ഉദ്ദേശിക്കുന്നത് ഇതാണ്, കനോട്ട് ബി ഫർദർ ഡിവൈഡഡ് ഇൻ ടു അതർ ലൂപ്സ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വേറെ ലൂപ്പുകളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഈ ഒരു ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ നേരത്തെ ഞാൻ ഈ ലൂപ്പുകൾ ഉണ്ടാക്കിയതിന് പേര് ഇട്ട് കൊടുക്കുകയാണെന്നെങ്കിൽ, സേ ദിസ് വൺ ഈസ് L1, ദിസ് ഈസ് L2 ആൻഡ് ഈ വലുതിനെ ഞാൻ L3 എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഏതൊക്കെയാണ് മെഷ് ആയിട്ട് വരിക. L1 എന്ന് പറയുന്ന ഒരു മെഷാണ്, കാരണം ഈ ഒരു ലൂപ്പിന്റെ ഉള്ളിൽ വേറെ ലൂപ്പൊന്നുമില്ല. L2 എന്ന് പറയുന്നത് എന്താണ്, ഒരു മെഷാണ്, കാരണം അതിലും വേറെ ഇല്ല. പക്ഷേ L3 എന്നുള്ളത് ഞാനിവിടെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ രണ്ടെണ്ണം നിൽക്കുന്നുണ്ട്. L1 ആയിട്ടും L2 ആയിട്ടും രണ്ട് ലൂപ്പുകൾ അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ L3 എന്നുള്ളത് എന്തല്ല, ഒരു മെഷ് അല്ല. അപ്പൊ അതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇപ്പോൾ ഇവിടെ ലൂപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ L1 ലൂപ്പാണ്, L2 ലൂപ്പാണ്, L3 ലൂപ്പാണ്. പക്ഷേ മെഷ് എന്ന് വന്നപ്പോൾ എന്ത് മാത്രമേ ഉള്ളൂ, L1ഉം L2ഉം മാത്രമേ ഉള്ളൂ. അതേപോലെ ഇതിലത്തെ നോഡുകൾ ഏതൊക്കെയായിരുന്നു, നമ്മളുടെ രണ്ടോ അതിൽ കൂടുതൽ എലമെന്റ് കണക്ട് ചെയ്തിട്ടുള്ളത് ABDE എന്ന് പറഞ്ഞിട്ട് 4 നോഡുകളാണ് അവിടെ നമുക്ക് കാണാനുണ്ട്. ബ്രാഞ്ചുകൾ നമുക്ക് അവിടെ കുറേ ഉണ്ട്, ഇതിൻ്റെയൊക്കെ ഇടയിലുള്ള ABക്ക് ഇടയിലുള്ളത്. അത് ഞാൻ പിന്നെ എഴുതുന്നില്ല. അപ്പോൾ ഇത്രയാണ് ഇതിൽ നിന്ന് ഏറ്റവും ബേസിക് ആയിട്ട് ടേംസും ഡെഫിനിഷൻസും നമുക്ക് ഓർത്ത് വെക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ തുടർന്ന് എല്ലാറ്റിലും ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം വോൾട്ടേജ് ഡിവിഷനാണ്. നമുക്ക് പലപ്പോഴും വോൾട്ടേജ് ഡിവിഷൻ്റെ ആവശ്യം വരും. എപ്പോഴാണ് വോൾട്ടേജ് ഡിവിഷൻ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, വോൾട്ടേജ് ഡിവിഷൻ മെയിൻലി നമുക്ക് സീരീസ് കണക്ഷൻ്റെ കേസിലാണ് ഈ എന്ത് വരുന്നത്, വോൾട്ടേജ് ഡിവിഷൻ വരുന്നത്. ഓക്കെ,
സോ സീരീസ് കണക്ഷനിൽ വരുന്നതാണ് വോൾട്ടേജ് ഡിവിഷൻ. അപ്പോൾ നമുക്ക് ബേസിക് അതിൻ്റെ റെസിസ്റ്റൻസ് വെച്ചിട്ട് പറയാം. റെസിസ്റ്റർ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ പറയുന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും എളുപ്പമുള്ള കാര്യം. അപ്പോൾ ഞാൻ കുറച്ചൊരു മൂന്ന് റെസിസ്റ്റേഴ്സ് എത്ര എണ്ണത്തിലേക്കും വേണമെങ്കിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാം, എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. സോ സിംപ്ലി നമുക്കൊരു 3 റെസിസ്റ്റേഴ്സിൻ്റെ കാര്യം പറയാം, എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് എന്തിലേക്ക് വേണമെങ്കിലും എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ ആ രീതിക്ക് തൽക്കാലം ഞാൻ 3 റെസിസ്റ്റേഴ്സ് എടുക്കുന്നുള്ളൂ. 3 റെസിസ്റ്റേഴ്സ് ഉണ്ട് വിചാരിക്കുക, R1, R2 ആൻഡ് R3. ഇത് കണക്റ്റഡ് ടു എ വോൾട്ടേജ് സോഴ്സ്. ഇതിന് അക്രോസ് ഒരു വോൾട്ടേജ് സോഴ്സും കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു DC വോൾട്ടേജ് സോഴ്സ് കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വാല്യൂ V ആണെന്നും വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ കൂടെ പോകുന്ന ടോട്ടൽ കറണ്ട് ലെറ്റ് ഇറ്റ് ബി I ആണ് ഇത് കൂടെ പോകുന്ന കറണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമുക്കറിയാം റെസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതേപോലെ തന്നെ റെസിസ്റ്ററിൽ കൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ ഓരോ റെസിസ്റ്ററിന് അക്രോസും കുറച്ച് വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്യും. വോൾട്ടേജ് ഡ്രോപ്പുകൾ ഉണ്ടാവും എന്തിന് അക്രോസ്, എല്ലാ റെസിസ്റ്ററിന് അക്രോസ്. സോ ഈ റെസിസ്റ്ററിന് അക്രോസ് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടായിരിക്കും. അതേപോലെ ഈ റെസിസ്റ്ററിന് അക്രോസും എന്തുണ്ടാവും, ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. അതേപോലെ തന്നെ ഈ റെസിസ്റ്ററിന് അക്രോസും ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. അപ്പോൾ മൊത്തം നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള വോൾട്ടേജ് ഇവർക്കൊക്കെ അക്രോസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകും. അത് എന്ത് പ്രൊപ്പോർഷനിലാണ് ഡിവൈഡ് ചെയ്യാന്നാണ് എനിക്ക് അറിയേണ്ട കാര്യം. അതായത് ഇപ്പോൾ നമുക്ക് ഇതിന് അക്രോസ് R1 അക്രോസുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് വേണമെങ്കിൽ V1 എന്ന് വിളിക്കാം. അതേപോലെ ഇതിനെ V2 എന്ന് വിളിക്കാം. ഇതിനെ V3 എന്ന് വിളിക്കുകയാണെങ്കിൽ നമുക്ക് അത് ഈക്വൽ ആയിട്ടാണ് പോവുക എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ പ്യൂർലി ഡിപ്പെൻഡ് ചെയ്യുന്നത് റെസിസ്റ്റൻസ് വാല്യൂസിനെയാണ്. ഏത് റെസിസ്റ്റൻസ് വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഞാൻ കൂടുതൽ ഡീറ്റെയിലേക്കൊന്നും പോകുന്നില്ല, ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടില്ലായിരിക്കും. നമുക്കിവിടെ ആവശ്യമുള്ള കാര്യം മാത്രം പറയാം. എങ്ങനെ നമ്മൾ ഈ വോൾട്ടേജ് സീരീസിലെ ടോട്ടൽ വോൾട്ടേജ് എങ്ങനെ ഡിവൈഡ് ചെയ്യും ഓൾറെഡി പഠിച്ചിട്ടുള്ളതായിരിക്കും. V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്രോസ് റെസിസ്റ്റർ 1. ഏത് റെസിസ്റ്റർ നമുക്ക് എന്തായാലും ഒരു ടോട്ടൽ വോൾട്ടേജ് ഉണ്ടല്ലോ, ആ വോൾട്ടേജിന്റെ എത്ര പോർഷൻ വരുന്നതാണ് കാണുന്നത്. സോ V1 ഇൻറ്റു ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സിംപ്ലി പ്രൊപ്പോർഷണൽ ടു ദ റെസിസ്റ്റൻസ് വാല്യൂ ആണ്. അപ്പോൾ ഈ V1 എന്ന് പറയുന്ന R1 അക്രോസിൽ, അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് നമ്മളവിടെ R1 എന്നുള്ള റെസിസ്റ്റൻസ് വെച്ചിട്ടും ഡിവൈഡ് ബൈ എന്ത് ചെയ്യുക, ടോട്ടൽ റെസിസ്റ്റേഴ്സ് അവിടെ കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ റെസിസ്റ്റൻസ് വാല്യൂസ് R1 പ്ലസ് R2 പ്ലസ് R3. ഇതാണ് വോൾട്ടേജ് ഡിവിഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഇതേപോലെ എനിക്ക് എന്ത് എഴുതാം, V2 എഴുതാമല്ലോ. V2 ഈസ് ഈക്വൽ ടു എന്ത് വരും, V ഇൻറ്റു അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് R2. ഇപ്പോൾ വോൾട്ടേജ് ഡിവിഷനിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് സെയിം റെസിസ്റ്റൻസ് വാല്യൂ വെച്ചിട്ടും ഡിവൈഡ് ചെയ്യേണ്ടത് ടോട്ടൽ റെസിസ്റ്റൻസ് വാല്യൂ വെച്ചിട്ടുമാണ്. അപ്പോൾ ഇത് 4 ഉണ്ടെങ്കിൽ നമുക്ക് എന്തും കൂടി ചെയ്താൽ മതി, R4 വരും. അതേപോലെ 5 ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാൻ മാത്രമാണ് ഇവിടെ ചെയ്യാനുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇതേപോലെ V3 എഴുതാണെങ്കിൽ ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു ഏതാണ്, V3 എന്ന് പറഞ്ഞാൽ R3 അക്രോസ് ആണ്. സോ R3 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 പ്ലസ് R3 അത്രേ വരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് വോൾട്ടേജ് ഡിവിഷൻ വരുന്നത്. സിംപ്ലി സീരീസിൽ വരുന്ന കാര്യമാണ് വോൾട്ടേജ് ഡിവിഷൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഓർത്ത് വയ്ക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, ഓൾറെഡി മുന്നേ നമ്മൾ പഠിച്ചിട്ടുള്ളതായിരിക്കും, എന്നാലും ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ സീരീസിലാണ് വോൾട്ടേജ് ഡിവിഷൻ നമ്മൾ മെയിനായിട്ട് പറയുന്നത്. പിന്നെ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കറണ്ട് ഡിവിഷൻ. കറണ്ട് ഡിവിഷൻ നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് പാരലൽ കണക്ഷൻ അല്ലെങ്കിൽ രണ്ട് പാത്തുകൾ വരുമ്പോഴാണ് എന്തെടുക്കുന്നത്, സീരീസിലല്ല, പാത്തുകൾ വേറെ സെപ്പറേറ്റ് പാത്തുകൾ വരുമ്പോഴാണ് എന്തെടുക്കുക, നമ്മൾ കറണ്ട് ഡിവിഷൻ എന്നുള്ള ഒരു കാര്യത്തിലേക്ക് വരുന്നത്. ഇപ്പോൾ രണ്ട് പാത്തുകൾ വരുമ്പോഴാണ് നമ്മൾ നോർമലി കറണ്ട് ഡിവിഷൻ വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയുന്നത് തന്നെയാണ് അതും എളുപ്പം. നമുക്ക് ഒരു രണ്ട് റെസിസ്റ്റൻസ് ഇപ്പം ഇങ്ങനത്തെ ഒരു ഇതാണെന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇതാണ് എൻ്റെ ഒരു പോർഷൻ ഓഫ് സർക്യൂട്ടാന്ന് വിചാരിക്കാം. മൊത്തം ഇതൊന്നും ഞാൻ വരയ്ക്കുന്നില്ല ഇവിടെ. ഇപ്പോൾ ഇതൊരു നമ്മുടെ കയ്യിലുള്ള പോർഷൻ ഓഫ് സർക്യൂട്ടാണ്. ഇവിടേക്ക് വന്നിട്ടുള്ള കറണ്ട് എനിക്കറിയാം, I ആണ് ഇവിടെ വന്നിട്ടുള്ള കറണ്ട്. ഇത് രണ്ട് റെസിസ്റ്റേഴ്സ് ആണ് എൻ്റെ കയ്യിലുള്ളത്. R1 ആണ് വാല്യൂ, ഇതിൻ്റെ വാല്യൂ R2 ആണ്. എനിക്ക് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് ഈ കറണ്ട് വന്നിട്ട് ഇതിലേക്ക് ഒരു I1 ആയിട്ട് പോവാന്ന് വിചാരിക്കുക. ഇതിൽ കൂടെ പോകുന്ന കറണ്ട് I2 ആണെന്ന് വിചാരിക്കുക. ഈ കറണ്ടുകൾ എങ്ങനെ കണ്ടുപിടിക്കും ഇതിൻ്റെ ടേംസിൽ? അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല, നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ മാത്രം കൂടെ ഓർത്ത് വയ്ക്കാം. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് I1 എന്നുള്ള കറണ്ട് ആണെങ്കിൽ
നേരത്തെ വോൾട്ടേജ് ഡിവിഷനിലെ പോലെ തന്നെ ആദ്യം എന്തായാലും എന്ത് വേണം, ടോട്ടൽ കറണ്ട്. ഇവിടെ വരുന്ന സംഭവിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഐ എന്ന് പറയുന്നത് വന്ന് ഇവിടെ സ്പ്ലിറ്റ് ആയി പോകും. ഇപ്പോൾ ബേസിക്കലി ഇവിടെ നമുക്ക് അപ്ലിക്കബിൾ, അതിന് മുന്നത്തെ കേസിലും അത് നമുക്ക് പറയാവുന്നതായിരുന്നു. ഇവിടെ നമുക്ക് KVL എന്ന് പറഞ്ഞ റൂൾ പിന്നീട് വരുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം, ഇവിടുത്തെ നമ്മുടെ V എന്ന് പറയുന്നത് ടോട്ടൽ വോൾട്ടേജ് ആണ്. അത് ഈക്വൽ ടു എന്താ വരിക, V1 പ്ലസ് V2 പ്ലസ് V3 ആണ്. അത് നമുക്ക് സിംപ്ലി ഇപ്പോൾ റൂളിൽ ഇല്ലെങ്കിലും അറിഞ്ഞു വയ്ക്കാവുന്ന കാര്യം. ടോട്ടൽ വോൾട്ടേജ് ആണ് ഇവിടെ ഡിവൈഡ് ചെയ്ത് പോകുന്നത്. അതാണ് നമ്മളിങ്ങനെ പോർഷൻസ് ആയിട്ട് കണ്ടുപിടിച്ചത്. അതേപോലെയാണ് കറണ്ട് ഡിവിഷൻ വരുമ്പോൾ നമുക്ക് I1 എന്ന് പറയുന്നത് ഈ റെസിസ്റ്റർ R1ൽ കൂടുതൽ കറണ്ട് ആണ്. അപ്പോൾ ആ കറണ്ട് കണ്ടുപിടിക്കാൻ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ആ റെസിസ്റ്റൻസ് അല്ല, കറണ്ട് ഡിവിഷനിൽ ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് വാല്യൂ വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സോ I1 കാണാൻ എന്ത് വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം, R2 വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഡിവൈഡഡ് ബൈ നേരത്തെ പോലെ തന്നെയാണ് എന്താ, ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് എഴുതേണ്ടത്, R1 പ്ലസ് R2. ഇനി നമ്മളെപ്പോഴും പാരലൽ കറണ്ട് ഡിവിഷൻ ചെയ്യുമ്പോൾ 3 പാത്തായിട്ടൊന്നും ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല, രണ്ടെണ്ണം ആക്കിയിട്ട് തന്നെയാണ് ചെയ്യുക. അപ്പോൾ അതായത് ഉദ്ദേശിക്കുന്നത് ഇതേപോലെ ഞാൻ ഇവിടെ I2 എഴുതുകയാണെങ്കിൽ എനിക്ക് എങ്ങനെ വരിക, I2 ഈക്വൽ ടു I ഇൻറ്റു ഓപ്പോസിറ്റ് ബ്രാഞ്ച് കറണ്ട്, റെസിസ്റ്റൻസ് R1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. അതായത് കറണ്ട് കാണുന്ന സമയത്ത് നമ്മൾ ഏത് ബ്രാഞ്ചിലാണോ കറണ്ട് കാണാൻ പോകുന്നത്, ആ കറണ്ട് കാണുന്ന സമയത്ത് ഇപ്പോൾ I1 ആണ് ഞാൻ കാണുന്നത്, ഇപ്പോൾ ഈ ബ്രാഞ്ചിലത്തെ കറണ്ട് ആണ് കാണുന്നത്, മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ടോട്ടൽ കറണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ഓപ്പോസിറ്റ് ബ്രാഞ്ച് റെസിസ്റ്റൻസ് വെച്ചിട്ടാണ്. സോ I ഇൻറ്റു ഓപ്പോസിറ്റ് ബ്രാഞ്ച് റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ഇപ്പോൾ I2 കാണുന്ന സമയത്ത് I ഇൻറ്റു ഓപ്പോസിറ്റ് ബ്രാഞ്ച് റെസിസ്റ്റൻസ് വിച്ച് ഈസ് R1 ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് R1 പ്ലസ് R2. ഇപ്പുറത്ത് വോൾട്ടേജ് ഡിവിഷൻ ആയിരുന്നു, ഇപ്പോൾ എന്തായിരുന്നു, സെയിം ബ്രാഞ്ച് റെസിസ്റ്റൻസ് വെച്ചാൽ മൾട്ടിപ്ലൈ ചെയ്യും. വോൾട്ടേജ് V1 കാണുന്ന സമയത്ത് V ഇൻറ്റു സെയിം റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ, V2 കാണുന്ന സമയത്ത് V ഇൻറ്റു സെയിം റെസിസ്റ്റൻസ് ബൈ ടോട്ടൽ. അതാണ് വ്യത്യാസം. വോൾട്ടേജ് ഡിവിഷനിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് സെയിം റെസിസ്റ്റൻസും, കറണ്ട് ഡിവിഷനിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഓപ്പോസിറ്റ് ബ്രാഞ്ച് റെസിസ്റ്റൻസും. അതാണ് നമ്മളവിടെ ഓർത്ത് വയ്ക്കേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ. ഇനി ഇപ്പോൾ ഒരു എല്ലാ സർക്യൂട്ടിലും ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ആയിരിക്കണം എന്നില്ല. അതായത് ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിലൊരു സർക്യൂട്ട്, നമ്മൾ വരച്ച പോലെ എല്ലാം ഇങ്ങനത്തെ സിമ്പിൾ സർക്യൂട്ടുകളാണെന്നില്ലല്ലോ. ഇപ്പം ഇങ്ങനൊരു സർക്യൂട്ടാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൽ R1 ഇവിടെ ഉണ്ട്, R2, R3, R4, R5, R6 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അറിയാവുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഈ കറണ്ട് I ആണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഓരോ ബ്രാഞ്ചിലത്തെയും കറണ്ടുകൾ കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുക. അതായത് ഈ അറ്റത്തെ കറണ്ടാണ് R6 ആണ് കണ്ടുപിടിക്കുന്നത് വിചാരിക്കുക. അപ്പോൾ ഇതിൽ കൂടെ പോകുന്ന കറണ്ട്, ഈ കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത് വിചാരിക്കുക. അപ്പോൾ ഇത് I ആണ്, ഇതിനെ ഞാൻ ഇപ്പോൾ I1, ഇത് കൂട്ടുള്ള കറണ്ട് I2, ഇതിപ്പോൾ ഒരു I3, ഇത് I4 ആണെങ്കിൽ I4 ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു കറണ്ട് ഡിവിഷൻ അപ്ലൈ ചെയ്യുന്ന പരിപാടി ഒന്നും ഇവിടെ നടക്കില്ല. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടി വരിക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെയായാലും നമുക്ക് ഈ ഒരു ഫോർമാറ്റിലേക്ക് എത്തിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, കറണ്ട് ഡിവിഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് പാത്തുകൾ എന്നുള്ള രീതിയിലേക്ക് ആക്കിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനാദ്യം എന്ത് ചെയ്യേണ്ടി വരും, ആദ്യം ഈ സാധനത്തിന്റെ ഇക്വാലന്റ് സർക്യൂട്ട് ആക്കിയിട്ട് നമുക്ക് അത് എന്താക്കി മാറ്റേണ്ടി വരും, ഒരു ഒറ്റ ഇതിലേക്ക് ആക്കി മാറ്റേണ്ടി വരും. ഇപ്പോൾ ഈ രണ്ടെണ്ണത്തിനെ നമ്മൾ ഈ എൻഡിലത്തെ എന്ത് ചെയ്യേണ്ടി വരും, കമ്പൈൻ ചെയ്യേണ്ടി വരും. ഇവരേനും പാരലൽ കണക്ഷന്റെ ഇത് വെച്ചിട്ട് ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ട് ഒറ്റ റെസിസ്റ്റൻസ് ആക്കി മാറ്റാം. എന്നിട്ട് അതിനുശേഷം എന്ത് അപ്ലൈ ചെയ്യാം ഇവിടെ. ഇപ്പോൾ അതായത് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഈ ഒരു സർക്യൂട്ടിനെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാക്കി മാറ്റാൻ പറ്റും. ഇവിടെ ഒന്നും ചെയ്യുന്നില്ല, അത് അതേപോലെ തന്നെ നിൽക്കും. ഇപ്പോഴത്തെ സർക്യൂട്ടിൽ ഇതും ഞാൻ പാരലൽ എടുക്കും, അതിന്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഓൾറെഡി അറിയുന്നതായിരിക്കും, എന്നാലും ജസ്റ്റ് ഇപ്പോൾ അത് അറിയില്ല എന്നുള്ള രീതിയിൽ പറയാം. ഇപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് അവിടെ ഒറ്റ റെസിസ്റ്റൻസ് വാല്യൂ കിട്ടും, അത് ഇതിനായിട്ട് സീരീസ് വരും. അപ്പോൾ അവിടെയും മൊത്തത്തിൽ നമുക്ക് ഒരു എന്ത് മാത്രമായിട്ട് റെപ്രസെന്റ് ചെയ്യാം, ഈക്വലന്റ് ഒറ്റ റെസിസ്റ്റൻസ് മാത്രമായിട്ട് ഇതിനെ അവസാനം എന്തായാലും കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മൊത്തം പാർട്ടിനെ മാറ്റിയിട്ടാണ് എന്താക്കുന്നത്, ഇങ്ങനത്തെ ഒരു ഒറ്റ റെസിസ്റ്റൻസ് ആയി മാറ്റുന്നത്. അപ്പോൾ നമുക്ക് നമ്മളെ സർക്യൂട്ട് മാറിയിട്ട് എന്താവും, ഇങ്ങനെ ഒരു സിമ്പിൾ സർക്യൂട്ട് ആവും. ഇത് ഇത് കൂടെ പോകുന്ന കറണ്ട് I1 തന്നെ, ഇതിലേക്ക് എന്തായാലും ഇറങ്ങാൻ പോകുന്നത് I2 തന്നെയാണ്, കറണ്ടിൽ മാറ്റമൊന്നുമില്ല. ഈ R എന്ന് പറയുന്നത് പുതിയൊരു R ഇക്വലന്റ് ആണ്. ഇത് വെച്ചിട്ട് ഇതിന്റെ വാല്യൂ R1 തന്നെയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇവിടെ എന്ത് കണ്ടുപിടിക്കാം, I2 കാണാം. അപ്പോൾ I2 കാണുമ്പോൾ സിംപ്ലി ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, അതായത് ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് അങ്ങനെയൊന്നല്ല ചെയ്യേണ്ടത്, ആദ്യം ഇക്വലന്റ് ആക്കുക എന്നുള്ളതാണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പോൾ I2 കാണാൻ പറ്റും, എങ്ങനെ കാണാം, I2 ഈക്വൽ ടു എന്താ, I ഇൻറ്റു ഓപ്പോസിറ്റ് ബ്രാഞ്ച് റെസിസ്റ്റൻസ് R1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R ഇക്വലന്റ്. അത് വെച്ചിട്ട് എനിക്ക് എന്ത് കിട്ടും, I2 കിട്ടും.
അപ്പോൾ I2 കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കറണ്ട് ഇവിടേക്ക് വരുന്ന കറണ്ട് I2 ആണ്. ഇനി സിമ്പിളായി I2 കിട്ടി. ഈ എന്താ നമുക്ക് എന്താ വേണ്ടുള്ളൂ, I4 അല്ലേ വേണ്ടുള്ളൂ. സോ I4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, I2 ഇൻറ്റു ഓപ്പോസിറ്റ് ബ്രാഞ്ച് റെസിസ്റ്റൻസ്. ഓപ്പോസിറ്റ് ബ്രാഞ്ച് റെസിസ്റ്റൻസിന് ഇതിൻ്റെ രണ്ടിൻ്റെയും സം R4 പ്ലസ് R5 സീരീസിലായതുകൊണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് വരും. ടോട്ടൽ റെസിസ്റ്റൻസ് വരുമ്പോൾ R4 പ്ലസ് R5 പ്ലസ് R6 അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അവിടുത്തെ അങ്ങനത്തെ സ്ഥലങ്ങളിലേക്കാണ് നമുക്ക് എന്തിൻ്റെ ആവശ്യം വരിക, ഈ കറണ്ട് ഡിവിഷൻ്റെ ആവശ്യം വരിക. അപ്പോൾ കറണ്ട് ഡിവിഷൻ എപ്പോഴും ഇങ്ങനെ രണ്ട് പാത്തുകളാക്കിയിട്ടാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം. കറണ്ട് ഡിവിഷൻ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഓപ്പോസിറ്റ് ബ്രാഞ്ച് റെസിസ്റ്റൻസ് ആണ്. I1 കാണുമ്പോൾ R2 കൊണ്ടാണ്, I2 കാണുമ്പോൾ R1 കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ സർക്യൂട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതിന് സിംപ്ലിഫൈ ചെയ്തിട്ട് വേണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് ഈ അറ്റത്ത് നിന്നുള്ള ഇങ്ങോട്ട് കയറുന്ന കറണ്ട് കണ്ടു, പിന്നെ ഇവിടെ വന്നിട്ട് കറണ്ട് ഡിവിഷൻ അപ്ലൈ ചെയ്താലാണ് നമുക്ക് ആവശ്യമുള്ളതിനെ കിട്ടുള്ളൂ. ഓക്കെ, ഇതൊക്കെ ആവശ്യം വരുന്ന കാര്യങ്ങളാണ്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ. അപ്പോൾ ഇവർ പാരലലും സീരീസിലൊക്കെ നമുക്ക് പലപ്പോഴും കണക്ട് ചെയ്യേണ്ടി വരും. അത് കണക്ട് ചെയ്തിട്ട് സർക്യൂട്ടിൽ ഉണ്ടായിരിക്കും. അതിൻ്റെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഇക്വാലന്റ് റെസിസ്റ്റൻസ്, ഇക്വാലന്റ് കപ്പാസിറ്റൻസ് ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെ സിമ്പിളായിട്ട് കിട്ടും എന്നുള്ളത് നമുക്ക് ഇവിടെ നോക്കാം. അപ്പോൾ 3 എണ്ണം വെച്ചിട്ടുള്ള കേസുകളാണ് തൽക്കാലം എടുക്കുന്നത്. അത് എന്തിലേക്ക് വേണമെങ്കിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ 3 സീരീസ് റെസിസ്റ്റേഴ്സ് ആദ്യം വരയ്ക്കുന്നു. ഓക്കെ, സോ സീരീസിൻ്റെ കേസും നമുക്ക് പറയണം, അതേപോലെ പാരലിൻ്റെ കേസും. അപ്പോൾ ഇങ്ങനെയാണ് സീരീസിൽ 3 റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അതേപോലെ നമുക്ക് പാരലൽ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് വരിക, സെയിം സോഴ്സിന് അക്രോസ് കണക്ട് ചെയ്യുന്നതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പാരലൽ എന്ന് പറയുന്നത്. പാരലലിൽ എന്ത് സെയിം ആണ്, വോൾട്ടേജ് സെയിം ആണ്. സീരീസിൽ എന്ത് സെയിം ആണ്, കറണ്ട് സെയിം ആണ്. ഇതൊക്കെ ഓൾറെഡി അറിയേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതെല്ലാവർക്കും അറിയും എന്നുള്ളൊരു രീതിക്കാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇത് സീരീസ് കോമ്പിനേഷൻ, മേലത്തെ താഴത്തെ പാരലൽ കോമ്പിനേഷൻ. ഇതേപോലെ നമുക്ക് എന്തിനേയും കണക്ട് ചെയ്യാൻ പറ്റും, ഇൻഡക്ടേഴ്സിനെയും ചെയ്യാൻ പറ്റും. ഇൻഡക്ടർ ഇതേപോലെ സീരീസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതേപോലെ തന്നെ ഇൻഡക്ടേഴ്സ് പാരലൽ കണക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഇത് പാരലൽ കോമ്പിനേഷൻ ഓഫ് ഇൻഡക്ടേഴ്സ്. ഇതേപോലെ നമുക്ക് ഏതും ചെയ്യാം, കപ്പാസിറ്റേഴ്സും എന്ത് ചെയ്യാം, സീരീസിലായിട്ട് കണക്ട് ചെയ്യാം അല്ലേ. സിംപ്ലി സീരീസ് കണക്ഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ്. ഇതേപോലെ കപ്പാസിറ്റേഴ്സ് നമുക്ക് എങ്ങനെയും കണക്ട് ചെയ്യാം, പാരലലിലും കപ്പാസിറ്റേഴ്സിനെ കണക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. ജസ്റ്റ് ഇതിനൊന്ന് പേരിട്ട് കൊടുക്കാം നമുക്ക്. ലെറ്റ് ഇറ്റ് ബി R1, R2, R3, അതേപോലെ R1, R2, R3, L1, L2, L3, L1, L2, L3, C1, C2, C3, C1, C2, C3. ഓക്കെ, അപ്പോൾ സിമ്പിളാണ് കാര്യങ്ങൾ. ഇപ്പോൾ ഇക്വാലന്റ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. സീരീസ് കോമ്പിനേഷനിൽ വരുമ്പോൾ റെസിസ്റ്റൻസ് ടോട്ടൽ സേ RT ആണ് വിളിക്കുന്നതെങ്കിൽ, RT എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. R1 പ്ലസ് R2 പ്ലസ് R3 എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ കറസ്പോണ്ടിങ്ങിൽ, അതായത് ഇങ്ങനെ ഒരെണ്ണത്തിന് നമ്മൾ ഇക്വാലന്റ് ആയിട്ടുള്ള ഒരൊറ്റ റെസിസ്റ്റൻസ് ആയിട്ട് മാറ്റുകയാണെങ്കിൽ എന്ത് വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്യുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു കോമ്പിനേഷനെ നമ്മളൊരു സർക്യൂട്ടിൽ സിംപ്ലി ഇങ്ങനെ ഒരു RT വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ ആ RTയുടെ വാല്യൂ ആണ് എഴുതിയിട്ടുള്ളത് R1 പ്ലസ് R2 പ്ലസ് R3. അതേപോലെ ഈ ഒരു സർക്യൂട്ടിന് ഇങ്ങനെ ഒരു പാരലൽ കോമ്പിനേഷനെ മാറ്റിയിട്ട് ഞാൻ ഇങ്ങനെ ഒരൊറ്റ റെസിസ്റ്റൻസ് ആയിട്ട് ഇനിയിപ്പോൾ ഇത് വേണമെങ്കിൽ RS എന്ന് എഴുതാട്ടോ, സീരീസിലെ ഇക്വലന്റ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ RS എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഇത് RP എന്ന് എഴുതാം പാരലലിനെ. അപ്പോൾ RP എന്ന് പറഞ്ഞാൽ കിട്ടാൻ ഡയറക്റ്റ് ആയിട്ടല്ലേ കിട്ടുക, അതിനുള്ള റിലേഷൻ മാത്രം നമുക്ക് എഴുതാം. 1/RP ഈക്വൽ ടു, അവിടെ റെസിപ്രോക്കൽ റിലേഷൻ ആണ്. 1/RP ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 ആണ് വരിക. ഇതിൽ നിന്ന് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, RP കണ്ടുപിടിക്കാൻ പറ്റും. അത്ര തന്നെയാണ് അവിടെ സിമ്പിളായിട്ട് വരുന്നുള്ളൂ.
അതേപോലെ തന്നെയാണ് ഏതിൻ്റെ കേസിൽ വരിക, ഇൻഡക്ടറിൻ്റെ കേസിൽ വരിക. അതായത് ഇപ്പോൾ ഈ ഇൻഡക്ടറിനെ ഞാൻ മാറ്റി സിംപ്ലി ഒരു സിംഗിൾ ഇൻഡക്ടർ വെച്ച് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ, അതായത് എൽ എസ് എന്ന് വിളിക്കാം, ഇക്വലൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനെ എസ് സീരീസിലെ എന്ന് ഉദ്ദേശിക്കുമ്പോൾ LS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും ഒരേപോലെയാണ്. L1 പ്ലസ് L2 പ്ലസ് L3 ചെയ്താൽ മാത്രം മതി. സിംപ്ലി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ കിട്ടുന്നതാണ് അവിടെ ഇക്വലൻറ്റിൻ്റെ വാല്യൂ വരിക. ഇതിനെ ഞാൻ മാറ്റി ഒരൊറ്റ സിംഗിൾ ഇൻഡക്റ്റൻസ് അല്ലെങ്കിൽ ഇൻഡക്ടർ ആക്കി മാറ്റുകയാണെങ്കിൽ ഇതിൻ്റെ ഇക്വാലൻറ്റ് LP പാരലലത്തെ എന്താ വരിക, 1/LP. ഈ റിലേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. 1/LP ഈക്വൽ ടു 1/L1 പ്ലസ് 1/L2 പ്ലസ് 1/L3 എന്നുള്ള റിലേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. കപ്പാസിറ്റൻസിൻ്റെ കേസ് വരുമ്പോൾ മാത്രമാണ് ഒരു മാറ്റം വരുന്നുള്ളൂ. കപ്പാസിറ്റൻസിന് ഇതേപോലെ നമ്മൾ ഒരൊറ്റ സിംഗിൾ ഇക്വലൻറ്റ് കപ്പാസിറ്റൻസ് സി സീരീസിന് CS എന്നും, അതേപോലെ ഇവിടെ നമ്മൾ ഒറ്റ കപ്പാസിറ്റൻസ് CP പാരലലായിട്ടും മാറ്റുകയാണെങ്കിൽ അവിടെ ജസ്റ്റ് വരിക അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ പോലെയാണ് വരിക. അപ്പോൾ ഇതായത് ഇവിടുത്തെ റിലേഷൻ റെസിപ്രോക്കൽ റിലേഷനാണ്. 1/CS ഈക്വൽ ടു 1/C1 പ്ലസ് 1/C2 പ്ലസ് 1/C3 എന്നുള്ള രീതിയിലാണ് വരിക. നേരെ തിരിച്ച് ഇതിൻ്റെ എന്താ സി പാരലൽ എന്ന് പറയുന്നതാണ് സം വരിക, C1 പ്ലസ് C2 പ്ലസ് C3. ഇതാണ് ഒന്ന് ഓർത്ത് വയ്ക്കേണ്ട ഒരു കാര്യം, സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷനിൽ എങ്ങനെയാണ് ഇക്വലന്റ് വാല്യൂസ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അടുത്ത് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഡെൽറ്റ സ്റ്റാർ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ നമുക്ക് അറിയാവുന്ന രണ്ട് തരത്തിലുള്ള കണക്ഷൻസ് ആണ് സ്റ്റാർ കണക്ഷനും ഡെൽറ്റ കണക്ഷനും. സ്റ്റാർ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റെസിസ്റ്റൻസിൻ്റെ കേസിൽ എടുക്കുന്ന 3 റെസിസ്റ്ററുകളെ കോമൺ ആയിട്ട് ഒരു പോയിന്റിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ള കേസിനെയാണ് സ്റ്റാർ. ഒരു സ്റ്റാർ പോയിന്റ്, ഇപ്പോൾ ഇതിനെ സ്റ്റാർ എന്നല്ലെങ്കിലും Y എന്നൊക്കെ പറയാം. സ്റ്റാർ കണക്ഷൻ, Y കണക്ഷൻ, ഇത് ഇങ്ങനെ തന്നെ ആവണമെന്നൊന്നുമില്ല. നേരെ തിരിച്ചു വരച്ചു കഴിഞ്ഞാലും സ്റ്റാർ തന്നെയാണ്. നമ്മൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാലും സ്റ്റാർ തന്നെയാണ്. ജസ്റ്റ് എന്ത് വേണമെന്നേ ഉള്ളൂ, അവിടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു പോയിന്റ് വേണം. അപ്പോൾ ഇതിനെയാണ് സ്റ്റാർ എന്ന് പറയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഇതിനെ സ്റ്റാർ അല്ലെങ്കിൽ സിംപ്ലി Y എന്നൊക്കെ പറയാം. അപ്പോൾ അത് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ നമുക്ക് എങ്ങനെയും റെപ്രസെൻറ്റ് ചെയ്യാം, Y എന്നുള്ള രീതിയിലും റെപ്രസെൻറ്റ് ചെയ്യാം, സ്റ്റാർ ഓർ Y കണക്ഷൻ. മറ്റേതിനെ ഡെൽറ്റ, അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ സിംപ്ലി ഒരു ട്രയാങ്കിൾ എന്നുള്ള രീതിയിലും ഉപയോഗിക്കാം. സോ സ്റ്റാർ ഡെൽറ്റ എന്നുള്ളത് വരുമ്പോൾ ഇത് സ്റ്റാർ കണക്ഷൻ ആണ്, ഇത് ഡെൽറ്റ. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എല്ലാവരും പരസ്പരം സീരീസിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. എൻഡ് ടു എൻഡ് കണക്ഷൻ വെച്ചിട്ട് ഒരു ക്ലോസ്ഡ് പാത്ത് ഫോം ചെയ്തിട്ടുള്ളതിനെയാണ് ഡെൽറ്റ കണക്ഷൻ എന്ന് പറയുക. അപ്പോൾ നമുക്ക് നമ്മുടെ സർക്യൂട്ടിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഇങ്ങനത്തെ സ്ട്രക്ചേഴ്സ് ഉണ്ടാവും, സ്റ്റാർ ടൈപ്പ് സ്ട്രക്ചേഴ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഡെൽറ്റ ടൈപ്പ് സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് ഈ സ്റ്റാറിനെ പിടിച്ച് ഈ ഡെൽറ്റ ടൈപ്പിലേക്ക് മാറ്റിയാലും നമ്മൾ സർക്യൂട്ട് സിമ്പിൾ ആവുക, അനാലിസിസ് എളുപ്പമാവുക. അല്ലെങ്കിൽ ഡെൽറ്റ ടൈപ്പിനെ പിടിച്ച് സ്റ്റാർ ആക്കി കഴിഞ്ഞാലായിരിക്കും എളുപ്പമാവുക. അപ്പോൾ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതിനെ പറയുന്നതാണ് സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ രണ്ട് കേസുകളും ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് സേ ഡെൽറ്റ ടു സ്റ്റാർ ആക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ആ റെസിസ്റ്റൻസ് വാല്യൂസ് കാണുക. അതായത് നമുക്ക് ഡെൽറ്റ ഡീറ്റെയിൽസ് അറിയാം, സ്റ്റാറിലേക്ക് എങ്ങനെ മാറ്റും, സ്റ്റാർ ഡീറ്റെയിൽസ് എങ്ങനെ കണ്ടുപിടിക്കും. അതേപോലെ സ്റ്റാർ ഡീറ്റെയിൽസ് അറിയാം, അതിൽ നമ്മൾ എങ്ങനെ ഇതിലേക്ക് മാറ്റും, ഡെൽറ്റയിലേക്ക് മാറ്റും എന്നുള്ളതാണ്. അതിന് ഡെറിവേഷനൊക്കെ വെച്ചിട്ട് ഇക്വേഷൻസ് ഉള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഡെറിവേഷൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, സിംപ്ലി എങ്ങനെ അത് ഓർത്ത് വെക്കാം എന്നുള്ള രീതിക്ക് അതിൻ്റെ ഇക്വേഷൻസ് ആണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതിനൊരു പേരുകൾ കൊടുക്കാം. ഇപ്പോൾ ഈ റെപ്രസെൻറ്റേഷനിൽ സ്റ്റാർ ഈ ടേമുകൾ തന്നെ സിംഗിൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ പേര് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ എന്താ പറയുക, ഇതാണ് കൺസിഡർ വിചാരിക്കുക, R1 R2 R3 ആ രീതിക്കാണ് നമ്മൾ പേര് കൊടുക്കുക. കാരണം നമുക്ക് ഓരോ പോയിന്റുകളാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത് ജസ്റ്റ് നമ്മളൊരു 1 എന്നുള്ള പോയിന്റ്, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എന്നുള്ള പോയിന്റ്, ഇതെന്ന് പറയുന്നത് 3 എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ, അതേപോലെ ഇതിൽ നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെയാണ് 1 2 3 ഈ രീതിക്കാണ് എടുക്കുക. അപ്പോൾ ആ രീതിക്ക് നമുക്ക് ഇതിൻ്റെ പേര് കൊടുക്കുന്നത് എളുപ്പത്തിൽ കൊടുക്കാം. എന്ത് കൊടുക്കാം, ഇതിൻ്റെ പേര് തൽക്കാലം ഞാൻ R12 എന്ന് കൊടുക്കാം എനിക്കിതിനെ. ഇതേപോലെ ഇതിനെ R23 എന്ന് കൊടുക്കാം, ഇതിനെ R31 അല്ലെങ്കിൽ R13 എന്നുള്ള രീതിയിൽ കൊടുക്കാം. ഓക്കെ, ഇങ്ങനെയാണ് നെയിം ചെയ്യുന്നത്. അപ്പോൾ ആ പേരുകൾ ഞാനിവിടെ എഴുതി വയ്ക്കുകയാണ് ഒന്ന് ചെയ്യുന്നത്. അപ്പോൾ അത് R12 R23 R31 ജസ്റ്റ് ഇത് ഓർത്ത് വെച്ചാൽ മാത്രം മതി. എങ്ങനെ ഓർത്ത് വെക്കുക എന്നുള്ളത് മാത്രം പഠിച്ചാൽ മതി. ഇതിന് നമ്മൾ R1 R2 R3 ഇങ്ങനെ നെയിം ചെയ്യാൻ കാരണം ഇത് എടുത്തിട്ടുള്ള ഒരു കൺവെൻഷൻ്റെ ബേസിലാണ്. ഇതിനെ ഞാൻ 1 എന്നാണ് ഈ പോയിന്റ് എടുക്കുന്നത്, ഇത് 2 ഇത് 3 എന്നുള്ള ബേസിലാണ്. അപ്പോൾ ഞാൻ ഇത് തന്നെ അപ്പുറത്തേക്കും വരയ്ക്കാം.
ഇതിനെ ജസ്റ്റ് നമുക്കൊന്ന് ഇവിടുന്ന് ഒഴിവാക്കി കളയാം. എന്നിട്ട് ഇത് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ ബേസിൽ നമ്മൾ എങ്ങനെ ഒരു ഇതിൽ നിന്ന് അടുത്തതിലേക്ക് കൺവേർട്ട് ചെയ്യും, അതിൻ്റെ കറസ്പോണ്ടിങ് ഇക്വേഷൻസ് എന്താണെന്നുള്ളതാണ്. ഇപ്പോൾ ഡെൽറ്റ ടു സ്റ്റാർ ആണ്. ഇപ്പോൾ ഡെൽറ്റ വാല്യൂസ് എല്ലാം എനിക്ക് അറിയാം. ഡെൽറ്റ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയുന്ന വാല്യൂസ് എന്ന് പറഞ്ഞാൽ R12, R23, R31 അറിയാം. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തൊക്കെയാണ്? R1 എന്ത്, R2 എന്ത്, R3 എന്ത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് സർക്യൂട്ടിൽ ഞാൻ എടുക്കുന്ന ഒരു ഡെൽറ്റേനെ മാറ്റി സ്റ്റാർ ആക്കി എഴുതാൻ പോവാണ്. അപ്പോൾ കറസ്പോണ്ടിങ് ഇക്വാലന്റ് എന്താ R1, R2, R3 സ്റ്റാർ വാല്യൂസ് കണ്ടുപിടിക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഏത് എലമെന്റ് ആണ് കണ്ടുപിടിക്കുന്നത് നോക്കുക. അപ്പോൾ R1 P എലമെന്റ് ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ R1 കണ്ടുപിടിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ R1 നമ്മൾ കണ്ടുപിടിക്കുന്ന നേരത്ത് അതിൻ്റെ രണ്ട് സൈഡുകളിലായിട്ട് കിടക്കുന്ന എലമെന്റ്സ് അവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. R1ൻ്റെ രണ്ട് സൈഡിലായിട്ട് കിടക്കുന്ന എലമെന്റ്സ്, ഇവിടുത്തെ R1ൻ്റെ രണ്ട് സൈഡിലായിട്ട് കിടക്കുന്ന എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? R1 2 മൾട്ടിപ്ലൈഡ് ബൈ R3 1 ഡിവൈഡഡ് ബൈ, എപ്പോഴും ഡിവൈഡഡ് ബൈ വരുന്നത് ടോട്ടൽ റെസിസ്റ്റൻസുകളാണ്. ഡെൽറ്റത്തെ ഏതൊക്കെയാണ്? R12 പ്ലസ് R23 പ്ലസ് R31. ഇപ്പോൾ സംഭവം എളുപ്പമായി. അപ്പോൾ അടുത്തത് കാണുമ്പോൾ R2 കാണുമ്പോൾ അതിൻ്റെ അപ്പുറം സൈഡുകൾ എടുക്കുന്നത് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ മതി. ഏതൊക്കെയാണ്? R2 കാണുമ്പോൾ R12 മൾട്ടിപ്ലൈഡ് ബൈ അടുത്തത് R23 ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസുകൾ തന്നെയാണ് R12 പ്ലസ് R23 പ്ലസ് R31. അത്രേ ഉള്ളൂ. അപ്പോൾ അതേപോലെ R3 കാണുമ്പോൾ R3യുടെ സൈഡുകളിലുള്ളത് R31ഉം R23. സോ R23 ഇൻറ്റു R31 ഡിവൈഡഡ് ബൈ നേരത്തെ പോലെ ടോട്ടൽ R12 പ്ലസ് R23 പ്ലസ് R31. ഇത്രേ വരുന്നുള്ളൂ. സോ ഇത് കാണുമ്പോൾ ഇതിൻ്റെ സൈഡിലുള്ള തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡഡ് ബൈ ടോട്ടൽ ചെയ്യുക. ഇത് കാണുമ്പോൾ ഇതിൻ്റെ സൈഡിൽ തന്നെ മൾട്ടിപ്ലൈ ഡിവൈഡ് ബൈ ടോട്ടൽ. ഇത് കാണുമ്പോൾ ഇതിൻ്റെ സൈഡിൽ തന്നെ മൾട്ടിപ്ലൈ ഡിവൈഡ് ബൈ ടോട്ടൽ. അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിക്കാം, R1 കാണുമ്പോൾ 1ൻ്റെ കോമ്പിനേഷൻസ്, 1ൻ്റെ കോമ്പിനേഷൻ 1 2 3 1 മൾട്ടിപ്ലൈ ചെയ്യുക ഡിവൈഡ് ബൈ ടോട്ടൽ. 2ൻ്റെ കാണുമ്പോൾ 2ൻ്റെ കോമ്പിനേഷൻസ് മൾട്ടിപ്ലൈ ചെയ്യുക ഡിവൈഡ് ബൈ ടോട്ടൽ. 3ൻ്റെ കാണുമ്പോഴും അതേപോലെ തന്നെ. ഇനി അപ്പോൾ അത് ഡെൽറ്റ ടു സ്റ്റാർ. ഇതേപോലെ നമുക്ക് സ്റ്റാർ ടു ഡെൽറ്റ. സ്റ്റാർ അറിയാം, അതായത് R1 R2 R3 അറിയാം. മറ്റേ വാല്യൂസ് കാണണം. ഏതൊക്കെയാ? R12 എന്താന്നുള്ളത് കാണണം, അതേപോലെ R23 എന്താന്നുള്ളത് കാണണം, R31 എന്താന്നുള്ളത് കാണണം. ഇതും ഇതിൽ നിന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഓർത്ത് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്, ഓർത്ത് വയ്ക്കാൻ എളുപ്പമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് ഈ ഡയഗ്രത്തിൻ്റെ ബേസിൽ തന്നെയാണ് ഓർത്ത് വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓർത്ത് വയ്ക്കാം. ഓക്കെ. ഇപ്പം ഇവിടെ മുന്നത്തെ കേസിൽ ഡിനോമിനേറ്റർ കോമൺ എന്നുള്ള പോലെ ഇവിടെ ന്യൂമറേറ്റർ ആണ് എല്ലാ കേസിലും കോമൺ വരുന്നത്. ന്യൂമറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പിനേഷനാണ് വരുന്നത്, എല്ലാ കോമ്പിനേഷനുകളുമാണ്. രണ്ടെണ്ണത്തിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ, അതായത് സേ R1 ഇൻറ്റു R2 പ്ലസ് R2 ഇൻറ്റു R3 പ്ലസ് R3 ഇൻറ്റു R1. ഇതെല്ലാറ്റിൻ്റെയും മേലെ കോമൺ ആണ്. ഇനി നമ്മൾ ഏതാണ് കാണുന്നത് വിചാരിക്കും, R12 ആണ് കാണണമെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്ന റെസിസ്റ്റൻസ് കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുക, അത്രേ വരുന്നുള്ളൂ. അപ്പോൾ R12 കാണുന്ന സമയത്ത് നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? R12 കാണുന്ന സമയത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്ന റെസിസ്റ്റൻസ്, R12ൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്ന റെസിസ്റ്റൻസ് ഏതാ? R3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ സിംപ്ലി ഇങ്ങനെ ആലോചിക്കാം, ഇതിലില്ലാത്ത നമ്പർ 3, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. അടുത്തത് വരുമ്പോഴും അതിൻ്റെ ന്യൂമറേറ്റർ എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. എന്താ? R1 R2 പ്ലസ് R2 R3 പ്ലസ് R3 R1 ഡിവൈഡഡ് ബൈ ഇവിടെ ഇല്ലാത്ത നമ്പർ ഏതാണ്? R1 ആണ്. അല്ലെങ്കിൽ ഇതിൽ നോക്കിയാൽ കാണാം R23 അതിൻ്റെ ഓപ്പോസിറ്റ് ഏതാ? R1. അതേപോലെ തന്നെ അടുത്തതിൽ വരുമ്പോൾ ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് വരും? R2 വരും, അല്ലെങ്കിൽ ഇതില്ലാത്ത നമ്പർ അല്ലേ? R2. ഇത്ര തന്നെയുള്ളൂ. ന്യൂമറേറ്റർ സെയിം ആണ്, ഞാൻ എഴുതിയിട്ടില്ല. ഇത്രയാണ് സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ. സോ ഈ ഒരു ഫിഗർ ഓർത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോർമേഷനും നമുക്ക് ഓർത്ത് എടുക്കാൻ പറ്റും. ഓക്കെ. പിന്നെ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ. നമുക്ക് ചില സമയത്ത് നമ്മളൊരു സർക്യൂട്ടിൻ്റെ ഉള്ളിലേക്ക് എടുക്കുന്ന വോൾട്ടേജ് സോഴ്സിനെ കറണ്ട് സോഴ്സ് ആയിട്ടോ കറണ്ട് സോഴ്സിനെ വോൾട്ടേജ് സോഴ്സ് ഒക്കെ ആയിട്ട് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സർക്യൂട്ട് അനാലിസിസ് കുറച്ചും കൂടി സിംപ്ലിഫൈ ആവും. അങ്ങനത്തെ കേസിൽ നമ്മളത് ചെയ്യും സർക്യൂട്ടിൽ. അതായത് അതിന് പറയുക സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ എന്നാണ് പറയുക. സോ ഈ ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സർക്യൂട്ട് വളരെ സിമ്പിളായിട്ട് മാറും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ പലപ്പോഴും ചെയ്യാറുണ്ട്. ഇപ്പോൾ ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയാം. ഇത് സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ തിയറം എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ തിയറമായിട്ട് പറഞ്ഞില്ലെങ്കിലും നമുക്ക് ഓർത്ത് വെച്ചാൽ മതി. സോ വോൾട്ടേജ് സോഴ്സ്
with a series resistor can be converted into an equivalent current source with a parallel resistor. ഒരു സീരീസിൽ കണക്ട് ചെയ്തിട്ടുള്ള റെസിസ്റ്റൻസിൽ ഒരു വോൾട്ടേജ് സോഴ്സ് നമുക്ക് എന്തായിട്ട് മാറ്റാം എന്നാണ് പറയുന്നത്, ഒരു കറണ്ട് സോഴ്സ് വിത്ത് പാരലൽ റെസിസ്റ്റൻസ്. അപ്പോൾ അതായത് വോൾട്ടേജ് സോഴ്സിനെ കറണ്ട് സോഴ്സ് ആക്കി മാറ്റാമെന്ന്, പ്രൊവൈഡഡ് വോൾട്ടേജ് സോഴ്സിന് സീരീസ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നെങ്കിൽ അത് കറണ്ട് സോഴ്സ് ആവും വിത്ത് എന്താ പാരലൽ റെസിസ്റ്റൻസ്. നേരെ ഓപ്പോസിറ്റ് നമുക്ക് ചെയ്യാം, കറണ്ട് സോഴ്സ് വിത്ത് പാരലൽ റെസിസ്റ്റൻസ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു വോൾട്ടേജ് സോഴ്സ് വിത്ത് സീരീസ് റെസിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് സിംപ്ലി അതിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ഇതിന് സീരീസ് ആയിട്ട് എന്തുണ്ട്, ഒരു റെസിസ്റ്ററും ഉണ്ട്. ഓക്കെ, അപ്പം ഇതിനെ എന്തായിട്ട് മാറ്റാമെന്നാണ് പറയുന്നത്, കറസ്പോണ്ടിങ് ആയിട്ട് ഒരു കറണ്ട് സോഴ്സ് അവിടെ എങ്ങനെയാണ് റെസിസ്റ്റൻസ് വരിക, ഒരു പാരലൽ റെസിസ്റ്റൻസ് വെച്ചിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് എങ്ങനെ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനാദ്യം ഇതിന് വാല്യൂസ് വേണമല്ലോ. ഇപ്പോൾ ഈ വോൾട്ടേജ് സോഴ്സിൻ്റെ വാല്യൂ, ഇതിൻ്റെ വാല്യൂ വി ആണെന്ന് വിചാരിക്കാം, ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആർ ആണ്. അപ്പോൾ ഇതിനെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഇങ്ങോട്ട് മാറ്റുമ്പോൾ, ഇപ്പോൾ ഇതിലാണെങ്കിൽ നമുക്ക് കറണ്ട് അറിയാം, കറണ്ട് ഈക്വൽ ടു വി ബൈ ആർ അല്ലേ വരിക. ഇപ്പോൾ കറസ്പോണ്ടിങ് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഈ കറണ്ട് സോഴ്സ് കറണ്ട് ഐ എന്നാണ് വാല്യൂ എങ്കിൽ ദാറ്റ് ഐ വിൽ ബി ഈക്വൽ ടു വാട്ട്, വി ബൈ ആർ ആയിരിക്കും. ഇനി ഇവിടെ വരാൻ പോകുന്ന റെസിസ്റ്റൻസ് എന്താണ്, ആറാണ് വരിക. ഓക്കെ, ഇത്രയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് നേരെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പോൾ പലപ്പോഴും നമുക്ക് സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. ഇപ്പോൾ സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ഡിപ്പെൻഡൻറ്റ് സോഴ്സസിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇൻഡിപെൻഡൻറ്റ് മാത്രമല്ല, കൺട്രോൾ വേരിയബിൾ മാറ്റൊന്നും വരാത്ത രീതിയിൽ നമുക്ക് ഡിപ്പെൻഡൻറ്റ് സോഴ്സിനും വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഈ സെയിം കറണ്ടും വോൾട്ടേജും മെയിൻറ്റെയിൻ ചെയ്യത്തക്ക രീതിയിൽ നമുക്ക് വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസിനെ കറണ്ട് സോഴ്സ് ഇൻ പാരലൽ വിത്ത് റെസിസ്റ്റൻസ് ആക്കാം, അല്ലെങ്കിൽ കറണ്ട് സോഴ്സ് ഇൻ പാരലൽ വിത്ത് റെസിസ്റ്റൻസിനെ വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസ് ആയിട്ടും മാറ്റാൻ പറ്റും. അപ്പോൾ ഇതിനാണ് സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, സോ അടുത്തത് വരുന്ന ഏറ്റവും ബേസിക് ലോസ് ആണ്, മുന്നേ പഠിച്ചിട്ടുള്ളതായിരിക്കും, സ്കൂൾ ലെവലിൽ പഠിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ബേസിക് ഇലക്ട്രിക്കൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കിർച്ചോഫ് ലോസ്. സോ രണ്ട് ലോകളാണ് അതിൽ വരുന്നത് അറിയാം, കിർച്ചോഫ് കറണ്ട് ലോയും കിർച്ചോഫ് വോൾട്ടേജ് ലോയും. ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ ടേംസിൻ്റെ ഒക്കെ ബേസിലാണ് ഇത് വരുന്നത്. സോ കിർച്ചോഫ് കറണ്ട് ലോ പറയാം, KCL എന്ന് പറയും, ദ ആൾജിബ്രായിക് സം ഓഫ് കറണ്ട്സ് മീറ്റിംഗ് എ ജംഗ്ഷൻ ഓർ നോഡ് ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട് ഈസ് സീറോ. ഒരു ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ക്ലോസ്ഡ് ആണെന്നുള്ള മീനിങ് വരുന്നുണ്ട്. അതിലൊരു നോഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രണ്ടോ അതിൽ കൂടുതലോ എലമെന്റ്സ് കണക്ട് ചെയ്തിട്ടുള്ള പോയിന്റ് ആണ്. അവിടെ മീറ്റ് ചെയ്യുന്ന കറണ്ടുകളുടെ ആൾജിബ്രായിക് സമ്മ് സീറോ ആണെന്നാണ് ആൾജിബ്രായിക് സം ആണെന്ന് പറയുന്നത്. ആൾജിബ്രായിക് എന്ന് പറഞ്ഞാൽ സൈനിന് അവിടെ സിഗ്നിഫിക്കൻസ് ഉണ്ട് എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ നമുക്ക് സൈൻ, അതേപോലെ നമ്മൾ കൺവെൻഷൻ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് സൈൻ കൺവെൻഷൻ എടുക്കാം. അപ്പോൾ നമുക്ക് സേ പോസിറ്റീവായിട്ട് നമ്മൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ എടുക്കുന്നത് എൻറ്ററിങ് എ നോഡായിട്ട് വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, സോ അങ്ങനെ നമുക്ക് എളുപ്പം എൻറ്ററിങ് എ നോഡ് ആണ് നമ്മൾ പോസിറ്റീവ് എടുക്കുന്നതെങ്കിൽ. നെഗറ്റീവ് പൊളാരിറ്റി എന്തായിരിക്കും, ലീവിങ് എ നോഡ്, കറണ്ട് ലീവ് ചെയ്യുന്നതിന് നമ്മൾ എന്തായിട്ട് എടുക്കണം, നെഗറ്റീവായിട്ട് എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് പ്രകാരം നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇതിൻ്റെ സിമ്പിൾ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ സിഗ്മ IN ഈക്വൽ ടു 0 എന്നാണ് ഉദ്ദേശിക്കുന്നത്. സം ഓഫ് കറണ്ട്സ്, ആൾജിബ്രായിക് സം ഓഫ് കറണ്ട്സ് ഈക്വൽ ടു 0. ഈ N എന്ന് പറയുന്ന വാല്യൂ, ഇതിന് വാല്യൂഷൻ അനുസരിച്ച് നമുക്ക് എഴുതാം. അപ്പോൾ ഈ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ ഇതാണ് ഒരു ജംഗ്ഷൻ, ഈ ഒരു പോയിന്റിലാണ് O എന്ന് പറയുന്ന ഒരു നോഡിൽ മീറ്റ് ചെയ്യുന്ന 5 കറണ്ടുകളാണ് വരുന്നത്, I1 I2 I3 I4 I5. ഇതിൽ I1 ഡയറക്റ്റഡ് എവേ ആണ്, I2 ഇൻ ആണ്, I3 ഇൻ ആണ്, I4 ഡയറക്റ്റഡ് എവേ ആണ്, I4 ഇൻ ആണ്, എൻട്രിങ് നോഡാണ്. അതായത് ഏതൊക്കെ എൻട്രിങ്, I2 I3 I5 എൻട്രിങ് നോഡാണ്, I1ഉം I4ഉം ലീവിങ് നോഡാണ്. അപ്പോൾ ആ രീതിക്ക് വേണം നമ്മളിവിടെ എടുക്കാൻ. അപ്പോൾ ലീവ് ചെയ്യുന്നതിനെ നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കണം. അപ്പോൾ ഏതൊക്കെ നെഗറ്റീവായിട്ട് എടുക്കണം, I1 നെഗറ്റീവായിട്ട് വേണം നമ്മൾ എടുക്കാം. അപ്പോൾ എഴുതുമ്പോൾ എങ്ങനെ വരും, മൈനസ് I1, I2 എൻട്രിങ് ആണ്, സോ പ്ലസ് I2, I3 എൻട്രിങ് ആണ്, പ്ലസ് I3, I4 ലീവിങ് ആണ്, സോ മൈനസ് I4, I5 എൻട്രിങ് ആണ്, പ്ലസ് I5 ഈക്വൽ ടു 0. ഈ രീതിക്ക് നമുക്ക് എഴുതാം. ഇപ്പം ഇതാണ് ഒരു റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇതിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് ഈ നെഗറ്റീവ് ടേംസിനെ ഒരു സൈഡിലോട്ടും അപ്പുറത്തേക്കും കൊണ്ടുപോകാമല്ലോ. അങ്ങനെ എഴുതുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും, I2 പ്ലസ് I3 പ്ലസ് I5 ഈക്വൽ ടു I1 പ്ലസ് I4 എന്നും കിട്ടും. അപ്പോൾ അതിൽ സത്യം പറഞ്ഞാൽ ഈ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, I2 I3 I4 എന്ന് പറഞ്ഞാൽ എൻട്രിങ് ആണ്. ഇപ്പോൾ സം ഓഫ് കറണ്ട്സ് എൻട്രിങ് ആണ്, കറണ്ട്സ്
എൻറ്ററിങ് ദ നോഡാണ് ഈക്വൽ ടു എന്താ വരുന്നത് സം ഓഫ് കറൻസ് I1 I4 ലീവിങ് ആണ്, കറൻസ് ലീവിങ് ദ നോഡാണ്. അപ്പോൾ അങ്ങനെയും ഒരു സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ നമുക്ക് പറയാം എന്താ, ദ ആൾജിബ്രായിക് സം ഓഫ് കറൻസ് എൻറ്ററിങ് എ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു ദ ആൾജിബ്രായിക് സം ഓഫ് കറൻസ് ലീവിങ് എ ജംഗ്ഷൻ. അതിന് പകരം അല്ലെങ്കിൽ സം ഓഫ് കറൻസ് എൻറ്ററിങ്, ആൾജിബ്രായിക് എന്ന് പറയുന്നത് സം ഓഫ് കറൻസ് എൻറ്ററിങ് എ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു സം ഓഫ് കറൻസ് ലീവിങ്. അത് ജനറൽ ആയിട്ട് പറയുമ്പോഴാണ് ആൾജിബ്രായിക് സം ഓഫ് കറൻസ് മീറ്റിംഗ് എ ജംഗ്ഷൻ ഓർ നോഡ് ഈസ് 0 എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് പലപ്പോഴും ആവശ്യം വരുന്ന ഒരു കാര്യമാണ് കിർച്ചോഫ് കറന്റ് ലോ നോഡ് വെച്ചിട്ട് ചെയ്യുമ്പോൾ, നോഡ് അനാലിസിസിലൊക്കെ വരുമ്പോൾ. ഓക്കെ, അതേപോലെ നെക്സ്റ്റ് വരുന്നതാണ് കിർച്ചോഫ് വോൾട്ടേജ് ലോ. വോൾട്ടേജ് ലോ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വരുന്നത് ആൾജിബ്രായിക് സം ഓഫ് ഓൾ ദ വോൾട്ടേജസ് ഇൻ എനി ക്ലോസ്ഡ് സർക്യൂട്ട് ഓർ മെഷ് ഓർ ലൂപ്പ് ഈസ് 0. ക്ലോസ്ഡ് പാത്തിലെ ആൾജിബ്രായിക് സം ഓഫ് വോൾട്ടേജസ് എന്താണെന്നാണ് പറയുന്നത്, 0 ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം അതിന് മുന്നേ ഞാനൊരു അല്ലെങ്കിൽ ഇതിന് വേറെ തരത്തിലൊക്കെ പറയും, സം ഓഫ് വോൾട്ടേജസ് ആൻഡ് പ്രോഡക്ട്സ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസസ് ഇൻ എ നെറ്റ്വർക്ക്. കറണ്ട് ആൻഡ് റെസിസ്റ്റൻസിന്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് തന്നെയാണ്. അപ്പോൾ അത് ജനറലൈസ് ചെയ്താണ് ഇങ്ങനെ പറഞ്ഞത്. ആൾജിബ്രായിക് സം ഓഫ് ഓൾ വോൾട്ടേജസ്, അപ്പോൾ വോൾട്ടേജ് ഡ്രോപ്പിനെയും വോൾട്ടേജ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് അവിടെ പറയുന്നത്. മുന്നേ ഞാൻ പറഞ്ഞായിരുന്നു റെസിസ്റ്റൻസും അതിൻ്റെ കൂടെ കറണ്ട് പോകുമ്പോൾ വോൾട്ടേജ് ഡ്രോപ്പിന്റെ പൊളാരിറ്റിക്ക് എങ്ങനെ മാർക്ക് ചെയ്യണം എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നും തരാത്ത ഒരു കേസിൽ നമുക്കിപ്പോൾ ഒരു ഒരു റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ കറണ്ട് പോകുന്ന ഡയറക്ഷനിൽ, ഇപ്പോൾ കറണ്ട് ഈ ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് പ്ലസ് മൈനസ്, അതായത് ഇതൊരു ഡ്രോപ്പ് ആയിട്ട് വരത്തക്ക രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് സോഴ്സുകളുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് DC സോഴ്സ് അറിയാം. ഈ DC സോഴ്സിന്റെ കേസിൽ ഇത് നമുക്ക് എന്താ ഇതിന്റെ പോസിറ്റീവ് ടെർമിനൽ നെഗറ്റീവ് ടെർമിനലാണെന്ന് നമുക്കറിയാം. ഇതിൽ കറണ്ട് ഡയറക്ഷൻ ഇങ്ങനെ വരാം, ചില കേസിൽ ചിലപ്പോൾ കറണ്ട് ഡയറക്ഷൻ ഇങ്ങനെ വരാം, നമ്മൾ എടുക്കുന്നതിനനുസരിച്ച്. ഈ എന്തെന്നാ പറയാ, ഇതിനെ പ്ലസ് നിന്ന് മൈനസിലോട്ട് പോകുന്നതിനെ നോർമലി നമ്മൾ പറയാ ഫോൾ ഇൻ പൊട്ടൻഷ്യൽ എന്നൊക്കെയാണ് പറയാ, ഫോൾ ഇൻ പൊട്ടൻഷ്യൽ എന്നാണ് പറയുക. കാരണം അതിന്റെ ലീവിങ് ടെർമിനലാണ് നമ്മൾ എപ്പോഴും നോക്കുക. ലീവിങ് ടെർമിനൽ നെഗറ്റീവ് ആണ്, അപ്പോൾ മൈനസ് എന്ന രീതിയിൽ വേണം എടുക്കാൻ. ഈ ഒരു കേസ് ആകുമ്പോൾ ലീവിങ് ടെർമിനൽ എന്താ പോസിറ്റീവ് ആണ്, അപ്പോൾ ഇതിനെ എന്തെന്നാ പറയുക, റൈസ് ഇൻ പൊട്ടൻഷ്യൽ എന്നാണ് പറയുക, റൈസ് ഇൻ പൊട്ടൻഷ്യൽ. ഇപ്പോൾ ഇതൊക്കെ നമുക്ക് സർക്യൂട്ടിൽ എടുക്കേണ്ട കാര്യങ്ങളാണ്. നമ്മളെപ്പോഴും കറണ്ട് ട്രാവേഴ്സ് ചെയ്യുന്ന രീതിയിൽ ഓൾറെഡി പൊളാരിറ്റി ഒക്കെ ഇട്ട് വെച്ചിട്ടുള്ള കേസ് ആണെങ്കിൽ ഈ ലീവിങ് ടെർമിനൽ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് എഴുതുക, ഈ ആൾജിബ്രായിക് എന്നുള്ള കേസ് വോൾട്ടേജിന്റെ കേസിൽ എഴുതുക. ഓക്കെ, അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ വരുന്നത്. നമ്മളിപ്പോൾ റെസിസ്റ്റൻസ് ഇങ്ങനെ എടുത്തിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം കറണ്ടിന്റെ ഇത് പ്രകാരമാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇപ്പം ഇനി വേറൊരു കറണ്ട് ഉണ്ട്, അത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അപ്പോൾ അത് അതിനനുസരിച്ച് നമുക്ക് നോക്കി എഴുതാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇങ്ങനെ ഒരു സിമ്പിൾ സർക്യൂട്ട് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൽ കൂടുതലുള്ള ഒരു കറണ്ട്, ഇപ്പോൾ ഇതിൽ നമ്മൾ ഈ സർക്യൂട്ടിൽ എന്തൊക്കെയുണ്ട്, V1 എന്ന് പറഞ്ഞ സോഴ്സ്, ഇത് V3 എന്നാണ് ഞാൻ പേരിട്ട്, V2 ആയാലും കുഴപ്പമൊന്നുമില്ല, V3 ആയിക്കോട്ടെ. V3 എന്നുള്ള സോഴ്സ്, R1 R2 R3 എന്ന് പറഞ്ഞാൽ 3 റെസിസ്റ്റൻസ്. അപ്പോൾ ഇതിൽ എനിക്ക് എന്ത് എഴുതണം, KVL എഴുതണം. അപ്പോൾ എല്ലാം വോൾട്ടേജ് ആണെങ്കിൽ ഇവിടെ 2 വോൾട്ടേജ് സോഴ്സേ ഉള്ളൂ, മറ്റേത് വോൾട്ടേജ് ആണെങ്കിൽ ഇവിടെ എന്ത് ഞാൻ എടുക്കേണ്ടി വരും, ഒരു കറണ്ടിന് എടുക്കണം. I ആണെന്ന് വിചാരിക്കാം. ഇനി നമുക്ക് ഇതിലത്തെ എല്ലാ വോൾട്ടേജുകളും അറിയാം, പക്ഷേ അതിന് മുന്നേ ഞാൻ ഇതിനൊക്കെ എന്തെടുക്കണം, പൊളാരിറ്റി കൊടുക്കണം. അപ്പോൾ ഞാൻ കറണ്ട് പോകുന്ന ഡയറക്ഷനിൽ ഇതിനെ ഞാൻ എങ്ങനെ കൊടുക്കാന്ന് പറഞ്ഞാൽ പ്ലസ് മൈനസ്, എൻട്രിങ് പോയിന്റ് പ്ലസും ലീവിങ് പോയിന്റ് മൈനസ് ആയിട്ട് ഡ്രോപ്പ് ആവത്തക്ക രീതിയിൽ വേണമെങ്കിൽ എടുക്കാം എലമെന്റ്സിൽ. സോ പ്ലസ് മൈനസ് എന്നുള്ള രീതിയിൽ. ഇനി ഞാൻ ഇവിടുത്തെ KVL എഴുതാണ്. അപ്പോൾ അത് എനിക്ക് ഏതൊരു പോയിന്റിൽ നിന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം, ഞാൻ എളുപ്പത്തിന് ഞാൻ എന്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്, V1 എന്നുള്ള പോയിന്റിൽ നിന്ന്. പിന്നെ ഞാൻ നേരത്തെ ഈ പറഞ്ഞ പോലെ ലീവിങ് ടെർമിനലാണ് നമ്മൾ നോക്കേണ്ടത്, അതിന്റെ പൊളാരിറ്റി. അപ്പോൾ ഇവിടുത്തെ ലീവിങ് ടെർമിനൽ എന്താ, നമ്മളെ മൈനസും പ്ലസുമാണ്, പ്ലസും മൈനസുമാണ്. ഇവിടുത്തെ ലീവിങ് ടെർമിനലുകളാണ് ഓരോന്നിൻ്റെയും നോക്കേണ്ടത്. ഇതാണ് ലീവിങ് ടെർമിനൽ, ലീവിങ് ടെർമിനൽ, ലീവിങ് ടെർമിനൽ, ലീവിങ് ടെർമിനൽ, ലീവിങ് ടെർമിനൽ. ഇപ്പോൾ ഈ ഡയറക്ഷൻ ഞാൻ എഴുതുമ്പോൾ V1 ലീവിങ് ടെർമിനൽ പോസിറ്റീവ് ആണ്, അപ്പോൾ എന്താ പ്ലസ് V1 എടുക്കാം. അടുത്തതിൻ്റെ മൈനസ് ആണ്, സോ മൈനസ് ഇവിടുത്തെ വോൾട്ടേജ് ഇറക്കുന്നുണ്ട്, വോൾട്ടേജ് കിട്ടണമെങ്കിൽ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്, മൈനസ് I ഇൻറ്റു R1. അടുത്തത് എന്താ മൈനസ് I ഇൻറ്റു R2. അടുത്തതും ഇവിടെ എന്താ സോഴ്സ് എന്നുള്ളതുകൊണ്ട് എപ്പോഴും പോസിറ്റീവ് ആണെന്നില്ല എന്ന്, കറണ്ട് ഡയറക്ഷൻ ഇങ്ങനെ എടുത്തുകൊണ്ട് നമുക്ക് ഇത് മൈനസ് ആയിട്ട് തന്നെ എടുക്കേണ്ടി വരും, മൈനസ് V3. അടുത്തതും മൈനസ് തന്നെ I ഇൻറ്റു R3 ഈക്വൽ ടു 0 എന്നുള്ള രീതിയിൽ വരും. ഇനിയിപ്പോൾ ഞാൻ ഈ കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങനെ എടുക്കുന്നതിന് പകരം കറണ്ട് ഡയറക്ഷൻ ഞാൻ എടുത്തിരുന്നത് ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും വ്യത്യാസം വരിക. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ഇതിൻ്റെ പൊളാരിറ്റി മാറ്റി എഴുതാം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പോസിറ്റീവായിട്ട് എടുക്കേണ്ടി വരും, ഈ വോൾട്ടേജ് നെഗറ്റീവായിട്ട് എടുക്കേണ്ടി വരും. അതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഓർത്ത് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയാണ് ഏറ്റവും ബേസിക് ആയിട്ട് മിനിമം റിക്വയർമെന്റ് നമുക്ക് വരുന്നത് ഈ ഒരു സബ്ജക്റ്റിലെ കാര്യങ്ങളിലേക്ക് കിടക്കുമ്പോൾ. ഫസ്റ്റ് വീഡിയോയും സെക്കൻഡ് വീഡിയോയും മിനിമം ആണ്, ഏറ്റവും ബേസിക് റിക്വയർമെന്റ്സ് ആണ്, ഏറ്റവും മിനിമം ആയിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അതെന്തായാലും ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം. ഇതിന്റെ ബേസിലാണ് നമുക്ക് തുടർന്ന് എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ.